ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ സി എ ദിനുചന്ദ്രൻ, അവർ ഫാക്കൽറ്റി ഫോർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമുക്ക് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ 6A ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫൗണ്ടേഷൻ റൂട്ടിൽ വരുന്നവരെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി എൻറ്റയർലി ന്യൂ എന്ന് പറയാൻ പറ്റുന്നൊരു പേപ്പറാണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പേപ്പർ ഗ്രൂപ്പ് 2-ലാണ് വരുന്നത്. ഗ്രൂപ്പ് 2-ലെ ലാസ്റ്റ് പേപ്പറിൻ്റെ പാർട്ടാണ്. 50 മാർക്സിന് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ബാക്കി 50 മാർക്സിന് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റാണുള്ളത്. FM ആൻഡ് SM ആണ് ഉള്ളത്. അപ്പോൾ അതിൽ FM-ൻ്റെ ഏരിയ ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മുടെ ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി ക്യാമ്പസിൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പ്രൈമറിലി നമ്മളിത് ഒരു ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ് വന്നവർ മേ ബി ഇതിൻ്റെ ഒരു പ്രിലിമിനറി ഏരിയ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഡിഗ്രിക്ക് അങ്ങനെ ഒരു പേപ്പർ ഉണ്ട് മിക്ക യൂണിവേഴ്സിറ്റികളിലും. അപ്പോൾ അവിടെ ഇങ്ങനൊരു പേപ്പർ മേ ബി നിങ്ങൾ കാണുന്നുണ്ടാവാം. പഠിച്ചിട്ടുണ്ടോയെന്നറിയില്ല, പഠിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ യൂഷ്വലി ക്ലാസ്സിൽ വരുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ അത്യാവശ്യം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കണ്ടുവരുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻകാരെ സംബന്ധിച്ച് എൻറ്റയർലി ന്യൂ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിലെ ടോപ്പിക്, ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. പിന്നെ പ്ലസ് നമുക്കൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് ബേസിക്കിലോട്ടൊക്കെ ഒന്ന് കയറാം. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് കാണാം. അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുമായിട്ടോ ഈ പേപ്പറുമായിട്ടോ നമ്മുടെ സിലബസുമായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ അതിന് റിപ്ലൈ തരാം. മാക്സിമം എന്നെ കൊണ്ടറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നമുക്കൊന്ന് പോയാലോ, എന്താണ് FM എന്നുള്ളതിനെ പറ്റി. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? നാച്ചുറലി ഒരു ഒബ്വിയസ് ആൻസർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് എന്നായിരിക്കും. നമുക്കത് വേണ്ട. നമുക്ക് ഈ പഠിച്ച് വന്ന ഡെഫിനിഷൻസും കാണാതെ പഠിച്ചുള്ള ഫോമുലയും സംഭവമൊന്നും വേണ്ട. നമുക്ക് കോൺസെപ്റ്റ് വേണം. നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റിക്കാണ് ഞാനൊരു മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ എങ്ങനെ നമുക്ക് കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫോക്കസ്. അതല്ലാതെ നമുക്ക് ഈ കുറേ ഫോമുല കാണാൻ പഠിക്കുക. FM-നെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ മിക്കവാറും ആൾക്കാർ പറയുന്നതാണ് FM എന്ന് വെച്ചാൽ കുറേ ഫോമുലയാണ്, ഇങ്ങനെ കുറേ ഫോമുല കാണാൻ പഠിക്കണം, അതിലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ മൊത്തം പോയി, എല്ലാം നമ്മൾ എഞ്ചിനും തവിടുപൊടി എന്ന് പറയുന്ന ഒരു സീനാണ് എല്ലാവരും പറയുന്നൊരു സംഭവം. അത് ബേസിക്കലി ഈ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ ഫോമുല പോലും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോമുല ഉണ്ടാക്കാം. എങ്ങനെയാണ് ഈ ഫോമുല വന്നതെന്നുള്ളത് നമുക്ക് നിഷ്പ്രയാസം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഫോക്കസ്. എങ്ങനെ കോൺസെപ്റ്റ് എൻഷുർ ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഫോക്കസ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്. പക്ഷേ അതിൽ കാര്യമില്ല. അതിനപ്പുറത്തേക്ക് എന്തായിരിക്കും നമുക്ക് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളത്? ഇത് ഒരു പ്രോബ്ലം പേപ്പറാണ്. നമ്മുടെ അക്കൗണ്ടൻസി പോലെയൊക്കെ ഇരിക്കും, പക്ഷേ അക്കൗണ്ടൻസി അല്ല. എന്താണ് അതിൽ നിന്നുള്ളൊരു വ്യത്യാസം? അപ്പോൾ അക്കൗണ്ടൻസി നിങ്ങൾക്ക് ബേസിക്സ് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇത് അക്കൗണ്ടൻസിയിൽ നിന്ന് FM ഡിഫറെൻ്റ് ആവുന്നത്? എന്തൊക്കെയാണ് അവിടുത്തെ ഡിഫറൻസ്? എന്തൊക്കെയാണ് ഇതിനകത്ത് മാറ്റമുള്ളത്? ഇതൊക്കെയാണ് നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അക്കൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പർ എന്ത് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആയിരിക്കും ആ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലോട്ട് വരുമ്പോൾ നാച്ചുറലി അത് ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും? ഒരു ഫിനാൻസ് മാനേജറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും. അപ്പോൾ ഇവരുടെ ജോബ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ എന്തായിരിക്കും ഒരു അക്കൗണ്ട്സ് മാനേജറുടെയും ഒരു ഫിനാൻസ് മാനേജറുടെയും ജോബ് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ആലോചിച്ച് നോക്കാമോ? ഒന്ന് പറയാമോ? എനി ഐഡിയ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആൻസർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായിരിക്കും ഒരു അക്കൗണ്ട്സ് മാനേജറുടെ ജോബും ഒരു ഫിനാൻസ് മാനേജറുടെ ജോബും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ അക്കൗണ്ട്സ് മാനേജർ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ജൂനിയർ ലെവലിൽ ഒരു ബില്ലിംഗ് സ്റ്റാഫ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അയാളുടെ ഏക പണി ബില്ലടിക്കുക, സെയിൽ ബില്ലടിക്കുക. രാവിലെ വരുന്ന കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്കായിട്ട് ബില്ലടിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതായിരിക്കും അയാളുടെ ഏറ്റവും പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ബില്ലിംഗ് സ്റ്റാഫ് ഉണ്ടാവും, അതായത് ഒരു ജൂനിയർ ലെവലിൽ ഉണ്ടാവുക. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ഉണ്ടാവും. ജൂനിയർ അക്കൗണ്ടൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളി അക്കൗണ്ട് ചെയ്യും. അതായത് പർച്ചേസസ് അക്കൗണ്ട് ചെയ്യും, പെറ്റി ക്യാഷ് അക്കൗണ്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ മുകളിൽ സീനിയർ അക്കൗണ്ടൻ്റ് ഉണ്ടാവും, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെക്ക് പ്രിപ്പയർ ചെയ്യുക, ബാങ്ക് റെക്കൺസിലേഷൻസ് ഉണ്ടാക്കുക, ബാങ്ക് അക്കൗണ്ട് ചെയ്യുക, അങ്ങനെയുള്ള ആസ്പെക്റ്റ് ഒക്കെ ആയിരിക്കും പുള്ളി ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ മുകളിൽ ഒരു അക്കൗണ്ട്സ് മാനേജർ ഉണ്ടാവും. അയാളുടെ താഴെയുള്ള ആൾക്കാരെല്ലാം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. പ്ലസ്
ഈ പറയുന്ന ബാക്കിയുള്ള സംഗതികളൊക്കെ, അതായത് ഇതിനപ്പുറത്തേക്കുള്ളൊരു ഫൈനലൈസേഷൻ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക തുടങ്ങിയ കുറച്ചുകൂടി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങേര് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹൈറാർക്കി ചെക്ക് ചെയ്യുവാണെങ്കിൽ ആദ്യം ഒരു അക്കൗണ്ട്സ് മാനേജർ ഉണ്ടാവും. അതിൻ്റെ അണ്ടറിൽ ഒരു സീനിയർ അക്കൗണ്ടൻ്റ് ഉണ്ടാവും. അതിൻ്റെ താഴെ ജൂനിയർ അക്കൗണ്ടൻ്റ് ഉണ്ടാവും. അതിൻ്റെ താഴെ ബില്ലിംഗ് സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹൈറാർക്കി എന്ന് പറയുക. അപ്പോൾ ഇവർ ഒക്കെ ചെയ്യുന്ന ജോബ് എന്താണ്? ഇവർ ഓരോരുത്തരും ചെയ്യുന്ന ജോബ് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളൊരു സംഗതി, ഇതെല്ലാം റെക്കോർഡിംഗ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. എങ്ങനെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം, എങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവരുടെയൊക്കെ ഫോക്കസ് ഒറ്റ കാര്യമേ ഉള്ളൂ, എന്താണ്? ഹൗ ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ ഒരു ഡെഫിനിഷൻ പഠിക്കുന്നത്. എന്താ? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ എല്ലാം ഫോക്കസ് ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൗ ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ അതിൻ്റെ എല്ലാ എസൻസും ചേർത്ത് ഒന്നും നഷ്ടപ്പെടുത്താതെ പ്രോപ്പറായി എങ്ങനെ ജേർണലൈസ് ചെയ്യാം, എങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നാണ് നമ്മൾ അക്കൗണ്ടൻസിയിലുള്ള ഫോക്കസ്. പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ സ്കോപ്പേ അതല്ല, നമ്മുടെ ഉദ്ദേശമേ അതല്ല. പിന്നെന്താണ്? ഈ അക്കൗണ്ട്സ് മാനേജറുടെ മുകളിലാണ് ഫിനാൻസ് മാനേജർ ഉണ്ടാവുക. അപ്പോൾ ഹൈറാർക്കി നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് മാനേജറുടെയും ടോപ്പിലായിരിക്കും ആരുണ്ടാവുന്നുണ്ടാവുക? ഒരു ഫിനാൻസ് മാനേജർ, FM എന്ന് പറയുന്ന ഒരാളുണ്ടാവുക. അപ്പോൾ അങ്ങേരെന്താണ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് അല്ല, കാരണം അക്കൗണ്ട്സ് മൊത്തം താഴത്തെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവരെല്ലാം കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഫിനാൻസ് മാനേജർ. ഈ ഫിനാൻസ് മാനേജർ എന്ത് ചെയ്യും? നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫിനാൻസ് മാനേജർക്ക് എന്തൊക്കെയോ പണികളുണ്ട്. നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ച ഡേറ്റ ബേസ് ചെയ്ത് ഫിനാൻസ് മാനേജർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഫിനാൻസ് മാനേജ്മെൻറ്റിനകത്ത് ഉണ്ടാവുക. ബേസിക്കലി അയാൾക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ പുള്ളിയുടെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെങ്കിൽ അത് ഡിസിഷൻ മേക്കിംഗ് ആണ്. മനസ്സിലാവുമോ? അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വേർഡിൽ പറയുകയാണെങ്കിൽ അത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈക്വൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ നമ്മൾ നോക്കുന്നത് മുഴുവൻ എങ്ങനെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം എന്നാണെങ്കിൽ, ഫിനാൻസ് മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടൻസിയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? അക്കൗണ്ടൻസിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നാണെങ്കിൽ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ്. ഒരു കോണ്ടെക്സ്റ്റിൽ എന്ത് ഡിസിഷൻ എടുക്കണം, എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം, ഡിസിഷൻ മേക്കിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ഒന്ന് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. നമുക്കൊന്ന് ഇൻട്രാക്റ്റീവ് ആക്കി പോവാം, ഇല്ലെങ്കിൽ ഉറക്കം വരും. ഷുവറാണേ. ഓക്കെ, അപ്പോൾ ഇനി ഡിസിഷൻ മേക്കിംഗ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. എന്ത് ഡിസിഷൻ, എന്തൊക്കെ ഡിസിഷൻസ് ആണ് നമുക്ക് എടുക്കേണ്ടി വരിക? ഒരു 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 ബിസിനസ് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ടി വരിക? ആലോചിച്ച് നോക്കി. എന്തായിരിക്കും നമുക്ക് എടുക്കാനുള്ള ഡിസിഷൻ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് നമുക്ക് എടുക്കാനുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണെന്നറിയാം, എന്തൊക്കെ ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ടി വരിക? ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അപ്പോൾ എന്ത് ഡിസിഷനാണ് നമുക്ക് എടുക്കാനുണ്ടാവുക? പറയാമോ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് എന്ത് ഡിസിഷനായിരിക്കും അപ്പോൾ ഞാൻ അവനൊരു സെനാരിയോ തരാം, വെറുതെ ബ്ലാങ്ക് ആയിട്ട് പറയുന്നതിന് പകരം. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്തായിരിക്കും? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തുടങ്ങുന്ന പരിപാടി എന്താ? ക്യാപിറ്റൽ. കറക്റ്റ് അല്ലേ? അപ്പോൾ ക്യാപിറ്റലാണ് ആദ്യം വരുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടി വരിക? ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ട് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്. എന്ത് ഡിസിഷനായിരിക്കും എടുക്കാനുണ്ടാവുക ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പോൾ ഏത് ക്യാപിറ്റൽ വേണം? ഒന്നാമത്തെ ചോദ്യം. എത്ര രൂപ ക്യാപിറ്റൽ വേണം? ഇനി എത്ര രൂപ ക്യാപിറ്റൽ വേണമെങ്കിൽ തന്നെ അത് ഏത് ഫോമിൽ കൊണ്ടുവരണം?
ഏത് ഫോമിൽ കൊണ്ടുവരണം എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ ഫോം ഉണ്ട് എന്നൊരു ചോദ്യം വരും അല്ലേ. അവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ബോണ്ട് ഉണ്ട്, ബാങ്ക് ലോൺസ് ഉണ്ട്, ലോങ് ടൈം ബോറോയിങ്സ് ഉണ്ട്, അങ്ങനെ കുറേ തരത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് അഭിഷേക് പറഞ്ഞിരിക്കുന്നു. എക്സലൻറ്റ്. നമുക്കതിലോട്ട് വരാം. അപ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ട് ഏത് സോഴ്സിൽ നിന്ന് ക്യാപിറ്റൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഒരു ഡിസിഷനാണ്. ആരെടുക്കേണ്ട ഡിസിഷനാണ്? നമ്മുടെ ഫിനാൻസ് മാനേജർ എടുക്കേണ്ട ഡിസിഷനാണ്. നമുക്കതിനെ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. എന്താണ് നമ്മുടെ ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്? ഫിനാൻസിങ് ഡിസിഷനാണ്. അതായത് ഒറ്റ കാര്യമുള്ളൂ, ഏത് സോഴ്സിൽ നിന്ന് എങ്ങനെ ക്യാപിറ്റൽ കൊണ്ടുവരണം. ഓക്കെ ആണോ? അപ്പോൾ ആദ്യത്തെ ഡിസിഷൻ അതാണ്. നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവരണം, ഇതാണ് ആദ്യം എടുക്കേണ്ടി വരുന്ന ഡിസിഷൻ. അപ്പോൾ ചോദിക്കാം, ഈ പറയുന്ന ഡിസിഷൻ എന്ത് ബേസിസിൽ എടുക്കണം? അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരണം, അത് ഏത് ക്യാപിറ്റൽ വേണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഡിസൈഡ് ചെയ്യുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടാവണ്ടേ. ഒരു ഫിനാൻസ് മാനേജർ വെറുതെ രാവിലെ വന്നിട്ട് എനിക്ക് കുറച്ച് ഇക്വിറ്റി വേണം എന്നങ്ങ് പറഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. പിന്നെയോ, അങ്ങേർക്ക് ഇക്വിറ്റി വേണം എന്ന് പറയുമ്പോൾ അതിനുള്ള റീസൺ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇക്വിറ്റി? വൈ നോട്ട് ഡിബഞ്ചർ, വൈ നോട്ട് ബാങ്ക് ലോൺ, വൈ നോട്ട് ബോറോയിങ്, അല്ലെങ്കിൽ വൈ നോട്ട് പ്രിഫറൻസ് ഷെയർ, അങ്ങനെയുള്ളൊരു സാധനം അവിടെ വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കൗണ്ടർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടാവണം. അപ്പോൾ വെറുതെ കയറി എനിക്ക് ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ട് എന്നുള്ളൊരു ആൻസർ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടാവും അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നമ്മൾ പറയുക ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ള കാര്യം പറയുക. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ക്രൈറ്റീരിയ? ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും നമ്മുടെ ക്രൈറ്റീരിയ? നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ട്. ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർ, റിസർവ്, പിന്നെ ഡെറ്റ്. ഞാൻ ഡിബഞ്ചർ, ബോണ്ട്, ബാങ്ക് ലോൺ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒറ്റയടിക്ക് എന്തെന്ന് പറയാം? ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ 4 തരത്തിലുള്ള ക്യാപിറ്റലാണ് പ്രധാനമായിട്ടൊരു കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ 4 ക്യാപിറ്റലിനകത്ത് ഏത് ക്യാപിറ്റലാണ് വേണ്ടത് എന്നതിന് എന്ത് ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുക? എന്തായിരിക്കും നമ്മുടെ ക്രൈറ്റീരിയ? സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും നമ്മുടെ ക്രൈറ്റീരിയ? എന്തൊക്കെ ആവാം ക്രൈറ്റീരിയ? ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളുണ്ടാവും. പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുക. എങ്കിലും അതിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എന്തായിരിക്കും ഇതിൽ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് എന്തായിരിക്കും ഞാൻ ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നൊരു കാര്യം? എനി ഐഡിയ? ചുമ്മാ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് തോന്നുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പറയാം. എന്തായിരിക്കാം അതിൻ്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പറയാം. പീരീഡ്, ഡെഫിനറ്റ്ലി ഇതിൻ്റെ പീരീഡ് എത്രയാണ്? ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്നുള്ളൊരു സംഗതി. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എക്സാക്ട്ലി. പിന്നെ ദെൻ ലെസ് ഇൻട്രസ്റ്റ്. വാവ്, അപ്പോൾ ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്. കോസ്റ്റ്, ഒരുപാട് പേര് കോസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. യെസ്, ഇതെല്ലാം നമ്മുടെ സെലക്ഷൻ്റെ കാര്യങ്ങളാണ് അല്ലേ. ഇത് ലോങ്ങർ പീരീഡിലേക്കാണോ ഷോർട്ട് പീരീഡിലേക്കാണോ, ലോങ്ങർ ഡ്യൂറേഷൻ ആണോ ഷോർട്ട് ഡ്യൂറേഷൻ ആണോ നമുക്കറിയേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എത്രയാണ്? 4 ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഈ ഓരോ ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് എത്രയാണ്? ഇനി ലെസ് ഇൻട്രസ്റ്റ്, ഇതിനകത്ത് ഇൻട്രസ്റ്റ് കുറവുള്ളത് ഏതിനാണ്? ഡെറ്റുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു സംഗതി വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, അവിടുത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? ഈ ഓരോ ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് എത്രയാണ്? അപ്പോൾ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എന്താ ഇതിൻ്റെ കോസ്റ്റ്? ആലോചിച്ചേ, ഇക്വിറ്റി, പ്രിഫറൻസ്, ഡിബഞ്ചർ, റിസർവ്, ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എന്താ? ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റിക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻ്റ് ആണ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇക്വിറ്റിയുടെ കോസ്റ്റ് എന്ന് പറയാം. പ്രിഫറൻസ് ഷെയറിന് കൊടുക്കേണ്ട കോസ്റ്റ് എന്താ? അത് പ്രിഫറൻസ് ഡിവിഡൻ്റ് ആണ്. റിസർവിന് കൊടുക്കേണ്ട കോസ്റ്റ് എന്താ? റിസർവിന് കോസ്റ്റ് ഉണ്ടോ? റിസർവിന് ഒരു കോസ്റ്റ് ഉണ്ടോ? അതുപോലെ ഡെറ്റിന് കൊടുക്കേണ്ട എമൗണ്ട് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഓരോ ക്യാപിറ്റലിനും കോസ്റ്റ് ഉള്ളതായിട്ട് കാണാം. അവിടെ വരുന്നൊരു സംശയം, റിസർവിന് കോസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് വരുന്നൊരു സംശയം എന്ന് പറയുന്നത്. അപ്പോൾ റിസർവിന് അവിടെ കോസ്റ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. റിസർവിന് അവിടെ കോസ്റ്റ് ഉണ്ട്. എന്താണ് റിസർവിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്? റിസർവ് ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സംഗതിയല്ല, മറിച്ച് അതിനൊരു കോസ്റ്റ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? നമ്മളൊരു ഡെഫിനിഷനൊക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബേസിക്കലി നമ്മുടെ മുമ്പിൽ 2 ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്താൽ മറ്റൊന്ന് നഷ്ടപ്പെടും.
അങ്ങനെ നഷ്ടപ്പെടുന്ന എമൗണ്ട് നമുക്കത് ചെയ്തിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്ന ഒരു എമൗണ്ട്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം, എൻ്റെ കേസ് തന്നെ എടുക്കാം. ഞാൻ ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഫേം ഉണ്ട്. ഞാൻ അവിടെ പ്രാക്ടീസിങ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓഫീസിലിരിക്കേണ്ട ഞാനാണ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഇവിടെ ട്രിപ്പിൾ സ്റ്റുഡിയോ വന്ന് നിങ്ങൾക്ക് ലൈവ് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. എന്താ, ഞാൻ ഓഫീസിൽ പോയിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഒരു ക്ലയൻറ്റ് വന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു എമൗണ്ട് കിട്ടിയേനെ. കറക്റ്റ് അല്ലേ? ഇനി തിരിച്ച് ഞാൻ ഓഫീസിൽ പോയാൽ അപ്പോഴും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഞാൻ ട്രിപ്പിൾ പോയി പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഫാക്കൽറ്റി ഫീ കിട്ടിയേനെ. അതും എന്നെ സംബന്ധിച്ച് നഷ്ടപ്പെടുത്തുന്നൊരു എമൗണ്ടാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ മുമ്പിൽ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്താൽ മറ്റൊന്ന് നഷ്ടപ്പെടുമെങ്കിൽ ആ നഷ്ടപ്പെടുന്ന എമൗണ്ടാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റിസർവിൻ്റെ കാര്യത്തിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ്, ആരുടെ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്? ആലോചിച്ചേ. റിസർവിൻ്റെ കാര്യത്തിൽ എന്ത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ആരുടെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നഷ്ടപ്പെടുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് എന്ന് മനസ്സിലായി. ആരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കും, ആരുടെ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്? പറയാമോ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. എന്ത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നഷ്ടപ്പെടുന്നത്? കറക്റ്റാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എന്ത് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവിടെ നഷ്ടപ്പെടുന്നുണ്ടാവുക? അതിൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിവിഡൻഡ് എന്താണ് റിസർവ് എന്ന് പറയുക, റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ഡിവിഡൻഡായിട്ട് കൊടുക്കേണ്ട എമൗണ്ട് കൊടുക്കാതെ അവിടെ പിടിച്ചു വെക്കുന്നു, റീറ്റെയിൻ ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ റീറ്റെയിൻ ചെയ്യുന്ന എമൗണ്ടാണ് നമ്മൾ റിസർവ് ആയിട്ട് അവിടെ വെക്കുന്നത്. അപ്പോൾ ഇത് ഡിവിഡൻഡായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ ഫണ്ട് ആരുടെ കയ്യിൽ എത്തിയേനെ? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? അവർ അത് മറ്റെവിടെയെങ്കിലും റീഇൻവെസ്റ്റ് ചെയ്തേനെ. അവർക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അവർക്കത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ആലോചിച്ച് നോക്കാം, നമ്മുടെ കമ്പനിയുടെ കയ്യിൽ ഡിവിഡൻഡായിട്ട് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഇരിപ്പുണ്ട്. നമ്മുടെ കമ്പനി അത് ഡിവിഡൻഡായിട്ട് കൊടുത്താൽ ഈ പൈസ ആരുടെ കയ്യിലെത്തും? ഷെയർ ഹോൾഡറുടെ കയ്യിലെത്തും. എത്തിയാൽ അവരത് എന്ത് ചെയ്യും? അവരത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ബാങ്കിലിടും, ചിലർ ഷെയറിലിടും, ചിലർ മ്യൂച്വൽ ഫണ്ടിലിടും. അങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ എവിടെയെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്കൊരു റിട്ടേൺ കിട്ടും. പക്ഷേ കമ്പനി ഇപ്പോൾ അത് ഡിവിഡൻഡ് കൊടുക്കാതെ ആ പ്രോഫിറ്റ് അവിടെ റീറ്റെയിൻ ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? ഇത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ എത്തുന്നില്ല, പകരം കമ്പനിയുടെ തന്നെ ഇരിക്കുകയാണ്. എത്തിയിരുന്നെങ്കിൽ അവർക്ക് ബാങ്കിലിട്ട് അതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് കിട്ടേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഷെയർ ഹോൾഡറുടെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇത് ഷെയർ ഹോൾഡറെ കൺവിൻസ് ചെയ്യണം. ഇത് ആരാ ഡിസിഷൻ എടുക്കുക, ഡിവിഡൻഡ് കൊടുക്കണോ കൊടുക്കണ്ടോ എന്നുള്ള കാര്യം? ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. നമ്മുടെ AGM കൂടുമ്പോൾ, ആനുവൽ ജനറൽ മീറ്റിംഗ് കൂടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ വർഷം ഞങ്ങൾക്ക് ഡിവിഡൻഡ് വേണ്ട, അത് കമ്പനിയുടെ കയ്യിൽ തന്നെ വെച്ചോളൂ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്? ഷെയർ ഹോൾഡറാണ്. അത് വെറുതെ ചെയ്യില്ല. ഷെയർ ഹോൾഡറെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്. എന്താണ് കൺവിൻസ് ചെയ്യുന്നത്? നമ്മൾ ഈ വർഷം ഡിവിഡൻഡ് പേ ചെയ്യാതിരുന്നാൽ ഈ പൈസ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, കമ്പനിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഇതിനേക്കാൾ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വാഗ്ദാനമൊക്കെ തന്നിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണ്ട എന്ന് ഷെയർ ഹോൾഡേഴ്സിനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അപ്പോൾ അത് ഈ കമ്പനി ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ്, അതായത് ഈ റീറ്റെയിൻ ഏർണിങ്സ് ഉപയോഗിച്ച് കമ്പനി ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് അൾട്ടിമേറ്റ്ലി ആർക്ക് തന്നെ കിട്ടും? ഷെയർ ഹോൾഡർക്ക് തന്നെ കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ഷെയർ ഹോൾഡർക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് ഷെയർ ഹോൾഡർ കൊണ്ട് ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ കിട്ടേണ്ടിയിരുന്ന എമൗണ്ടിൽ കൂടുതലാവണം. കമ്പനിയുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു ഒബ്ലിഗേഷൻ വന്നു. എന്താ? കമ്പനിക്കൊരു ബാധ്യതയുണ്ട്. എന്തിനുള്ള ബാധ്യത? ഈ ഷെയർ ഹോൾഡറുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഷെയർ ഹോൾഡർ ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന ഒരു എമൗണ്ട് ഉണ്ട്, ബാങ്കിലിട്ടാൽ കിട്ടേണ്ടിയിരുന്ന ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അതിനേക്കാൾ കൂടുതലൊരു എമൗണ്ട് കമ്പനി ഉണ്ടാക്കണം എന്നൊരു റെസ്പോൺസിബിലിറ്റി കമ്പനിക്കുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത AGM കൂടുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം കൂടെ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ പിടിച്ചെടുത്തിട്ട് കൊടുക്കും. കറക്റ്റ് അല്ലേ? ഞങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് വേണ്ടെന്ന് വെച്ച് ഈ പൈസ ഇവിടെ തന്നെ ഇട്ടത്. എന്നിട്ട് ഇതൊക്കെ വെച്ച് നീയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് ആൻസറബിൾ ആണ് നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർക്കൊരു ഒബ്ലിഗേഷൻ വരികയാണ്. എന്തിനാ? ഈ റീറ്റെയിൻ ഏർണിങ്സ് അവിടെ വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനൊരു മിനിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മളെല്ലാം കൂടെ പിടിച്ചിട്ടിരിക്കും. അപ്പോൾ അതൊഴിവാക്കാൻ നമ്മുടെ കമ്പനിക്കൊരു ലൈബിലിറ്റി ഉണ്ട്. എന്തിനാ? റീറ്റെയിൻ ഏർണിങ്സിൻ്റെ പുറത്തൊരു മിനിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നൊരു ലൈബിലിറ്റി, ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് റീറ്റെയിൻ ഏർണിങ്സിന് കോസ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് കോസ്റ്റ് ഉണ്ട്. അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഈ പൈസ ഷെയർ ഹോൾഡറുടെ ഈസിൻ്റെ കൊടുത്തിരുന്നെങ്കിൽ അവരത് ഇൻവെസ്റ്റ് ചെയ്ത് വേറെ എവിടെന്നെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയേനെ. ആ പ്രോഫിറ്റ് എങ്കിലും കമ്പനി ഉണ്ടാക്കണം. ഇത് കമ്പനിയുടെ പുറത്തുള്ള ലൈബിലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിസർവിന് കോസ്റ്റ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു തുടങ്ങി?
നമ്മുടെ ഡിസിഷനാണ്, ഫിനാൻസിങ് ഡിസിഷനാണ്. എന്താ ഫിനാൻസിങ് ഡിസിഷൻ? നമ്മുടെ കമ്പനിക്ക് ക്യാപിറ്റൽ എവിടെ നിന്ന് കണ്ടെത്തണം എന്ന് പറയുന്ന ഡിസിഷനാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുക. അപ്പോൾ അത് എവിടെ നിന്ന് കണ്ടെത്തണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ 4 ക്യാപിറ്റലിനെ പറ്റി പറഞ്ഞു: ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്, ഡെറ്റ്. അപ്പോൾ ഇതിൽ ഏത് വേണം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടെന്ന് മനസ്സിലായി. അതിലെ പ്രധാനപ്പെട്ട ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയാണ് നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ ആണോ? ഇങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് നമ്മൾ പോയത്. അപ്പോൾ അടുത്ത ചോദ്യം, കോസ്റ്റ് മാത്രമാണോ നമ്മുടെ ക്രൈറ്റീരിയ? അല്ല. കോസ്റ്റ് മാത്രമാണ് ക്രൈറ്റീരിയ എങ്കിൽ ഈ 4 എണ്ണത്തിനകത്ത് കോസ്റ്റ് കുറവുള്ളത് ഏതെങ്കിലും ഒരാളായിരിക്കുമല്ലോ. അയാൾ മാത്രമേ എല്ലാ കമ്പനിക്കും കാണത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ എല്ലാ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഏത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇതിൽ 4 എണ്ണത്തിൽ ഒട്ടുമിക്ക സംഗതികളും അവിടെ കാണും. എല്ലാ കമ്പനിയിലും കുറച്ച് ഇക്വിറ്റി കാണും, കുറച്ച് പ്രിഫറൻസ് ഷെയർ കാണും, കുറച്ച് റിസർവ് കാണും, കുറച്ച് ഡെറ്റ് കാണും. ഇത് കോസ്റ്റ് മാത്രമായിരുന്നു നമ്മുടെ ക്രൈറ്റീരിയ എങ്കിൽ ഇതിൽ കോസ്റ്റ് കുറവുള്ള ആൾ ആരാണോ അയാൾ മാത്രമേ നമ്മുടെ കമ്പനിയിലെ ഏത് കമ്പനി എടുത്ത് നോക്കിയാലും കാണത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ഇപ്പോൾ സപ്പോസ് നമ്മുടെ 4 ക്യാപിറ്റലിനകത്ത് ഒരാളുടെ കോസ്റ്റ് കുറവാണ്, ഡെറ്റിൻ്റെ കോസ്റ്റാണ് കുറവെന്ന് വിചാരിക്കുക. ആണെങ്കിൽ എല്ലാ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലും ഡെറ്റ് മാത്രമേ കാണാവൂ. പക്ഷേ അങ്ങനെയല്ല, എല്ലാവരുടെ ക്യാപിറ്റലിനകത്തും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോസ്റ്റ് മാത്രമല്ല നമ്മുടെ പ്രശ്നം. അപ്പോൾ മറ്റ് ചില ക്രൈറ്റീരിയ കൂടെ നമുക്കുണ്ട്. നമുക്ക് ഏത് വേണം എന്നുള്ളതിന് മറ്റ് ചില ക്രൈറ്റീരിയ കൂടെയുണ്ട്. അതെന്തൊക്കെയാണ്? അതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അടുത്ത സംഗതിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്ക് നോക്കണം. എന്താ ക്യാപിറ്റൽ സ്ട്രക്ചർ? നമ്മുടെ ഈ ഓരോ ക്യാപിറ്റലും എത്ര അളവിൽ വേണം, എത്ര പ്രൊപ്പോർഷനിൽ വേണം എന്നുള്ള പ്രൊപ്പോർഷനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂടെ മനസ്സിലാക്കണം. നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ഒരു കമ്പനിക്ക് എത്ര ഇക്വിറ്റി വേണം, എത്ര ഡെറ്റ് വേണം, എത്ര പ്രിഫറൻസ് ഷെയർ വേണം, എത്ര റീറ്റെയിൻ ഏർണിങ്സ് വേണം എന്നുള്ള ആ പെർസെൻറ്റേജ്, ഇപ്പോൾ 50% ഇക്വിറ്റി, 30% ഡെറ്റ്, 20% പ്രിഫറൻസ് എന്നൊക്കെ പറയുന്ന ആ ഒരു പെർസെൻറ്റേജ്, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കുന്ന ചാപ്റ്ററാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഫിനാൻസിങ് ഡിസിഷൻ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാവണം. അത് ലെവറേജ് ആണ്. ആ പേര് കേട്ടിട്ടുണ്ടോ? ലെവറേജ് എന്ന് പറയുന്ന വാക്ക്. എവിടെയെങ്കിലും ഇൻ ജനറൽ ലെവറേജ് എന്ന് പറയുന്നൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടവരൊന്ന് കമൻറ്റ് ചെയ്യാമോ? ലെവറേജ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ കേട്ടത്? കൊമേഴ്സിൽ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഷെയർ മാർക്കറ്റൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ലെവറേജ് ഉണ്ട്, ലെവറേജ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതല്ലാതെ അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതും ഇതേ ലെവറേജ് തന്നെയാണ്, എങ്കിലും അത് തന്നെ വേണം നിർബന്ധമില്ല. അതല്ലാതെ വേറെ എവിടെയെങ്കിലും ലെവറേജ് എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എസ്പെഷ്യലി ഫിസിക്സിലോ മറ്റോ കേട്ടിട്ടുണ്ടോ ലെവറേജ്? സെയ്ദ് അലി സ്റ്റോക്ക് മാർക്കറ്റിൽ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു. യെസ്, കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ ലെവറേജ് കേട്ടിട്ടുണ്ടോ? ഫിസിക്സിലോ മറ്റോ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ട്, മറന്നു. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെയുള്ള ഫിസിക്സിലാണ്. ഞങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് സാർ, ഞങ്ങളോട് ഫിസിക്സിലെ ചോദ്യം ചോദിക്കാനാണോ സാർ വന്നിരിക്കുന്നത് എന്നുള്ളതായിരിക്കാം. നോ, കേട്ടിട്ടില്ല. ഓക്കെ, അതായത് ഫിസിക്സിനകത്ത് നമ്മളൊരു ലെവറേജ് പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. സംഗതി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കത്തും. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ പുള്ളി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ തടി ഉരുട്ടാൻ നേരെ തടിയിൽ റോളർ ഇടുക, വലിയ വെയിറ്റുള്ള ഒബ്ജക്റ്റൊക്കെ മൂവ് ചെയ്യാനായിട്ട് ലിവർ ഉപയോഗിച്ച് പുള്ളി ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു സംഗതി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഫിസിക്സിനകത്ത്. മലയാളം മീഡിയം പഠിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഉത്തോലകം എന്ന് പറഞ്ഞൊരു സാധനമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ലെവറേജ് ആണ്. അപ്പോൾ എന്താ ലെവറേജ്? ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ നേരത്ത് നമ്മൾ കുനിഞ്ഞ് കിടന്ന് വെള്ളം കോരുന്നതിന് പകരം ഒരു പുള്ളി യൂസ് ചെയ്തിട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് വെള്ളം കോരാൻ പറ്റും. ഇത് ലെവറേജ് ആണ്. ഈ തടി ഉരുട്ടുന്ന സമയത്ത് വെറുതെ കിടന്ന് ഉരുട്ടാതെ അതിൻ്റെ അടിയിൽ റോളർ ഇട്ടിട്ട് ഉരുട്ടുവാണെങ്കിൽ തടി ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇത് ലെവറേജ് ആണ്. അപ്പോൾ ബേസിക്കലി ലെവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ്. ഒറ്റ വേർഡിൽ പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ്. ലെവറേജ് എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ആണ്. സെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലെവറേജ് കേട്ടിട്ടുണ്ടാവും. അവിടെ എന്താ കേട്ടിട്ടുണ്ടാവുക? സ്റ്റോക്ക് മാർക്കറ്റിൽ ലെവറേജ് എന്ന് പറയുമ്പോൾ അവിടെ ചില ബ്രോക്കേഴ്സിൻ്റെ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവറേജ് ഉണ്ടാവും. നമുക്ക് കയ്യിലുള്ള ഫണ്ടിനേക്കാൾ കൂടുതൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. അത് ലെവറേജ് ആണ്. അത് ബേസിക്കലി ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഫണ്ടിന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ, അതൊക്കെ നമുക്ക് സംബന്ധിച്ച് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് ആണ്. അത് ലെവറേജ് ആണ്. അപ്പോൾ ബേസിക്കലി ലെവറേജ് എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് എന്നാണ്. എന്തോ ഒരു സംഗതി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്.
ഇപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് പുള്ളി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, തടി ഉരുട്ടുമ്പോൾ റോളർ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്, ഇതൊക്കെ ലെവറേജാണ്. നമ്മൾ വണ്ടിയുടെ ടയർ മാറ്റുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വണ്ടിയുടെ വലിയ ട്രക്കുകളുടെ, വലിയ ലോഡ് കയറ്റിയ വെഹിക്കിളിൻ്റെയൊക്കെ ടയർ മാറ്റുന്ന സമയത്ത് നമ്മൾ ജാക്ക് യൂസ് ചെയ്തിട്ട് വണ്ടി ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരു ലിവർ, ഇത് തിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിവർ വളരെ നൈസായിട്ട് 2 വട്ടം തിരിക്കുമ്പോഴത്തേക്ക് ഈ വണ്ടി ഇത്രയും വെയിറ്റും ലോഡും ഉള്ള വണ്ടി നൈസായിട്ട് പൊന്തുന്നതായിട്ട് കാണാം. ലെവറേജാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന സംഗതികൾ എന്തൊക്കെയോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങളൊരു സംഗതി ലിഫ്റ്റ് ചെയ്യുകയും പൊക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ലെവറേജാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലോട്ട് വന്നാൽ അവിടെ എന്താണ് ലെവറേജ്? അവിടെ നമുക്ക് ചില അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ചില സംഗതികളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചില അഡ്വാൻറ്റേജ് കിട്ടും. പ്രധാനമായിട്ടും നമുക്ക് ഡെറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചില അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ക്യാപിറ്റലിനകത്ത് ഡെറ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ചില അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടും. അതുപോലെ കോസ്റ്റിനകത്ത് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അതിലോട്ടൊന്നും ഞാൻ കയറുന്നില്ല. അപ്പോൾ ലെവറേജ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. നമ്മുടെ കോണ്ടെക്സ്റ്റിലുള്ള ലെവറേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റലിനകത്ത് ഡെറ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജിനെ നമ്മൾ ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കുന്നൊരു ചാപ്റ്ററാണ് ലെവറേജ് അനാലിസിസ്. ഈ 3 ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻസിങ് ഡിസിഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏത് സോഴ്സിൽ നിന്ന് ഫണ്ട് കണ്ടെത്തണം എന്ന ഡിസിഷനാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ആ ഫിനാൻസിങ് ഡിസിഷനകത്ത് നമുക്ക് 3 ഏരിയ ആണ് പഠിക്കാനുള്ള: കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലെവറേജ് അനാലിസിസ്. ഇങ്ങനെയായിരിക്കും നമ്മൾ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ആദ്യം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കും. ഈ ഓരോരുത്തരുടെയും ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കും. അത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര പോർഷൻ ഇക്വിറ്റി വേണം, എത്ര ഡെറ്റ് വേണം, എത്ര പ്രിഫറൻസ് ഷെയർ വേണം എന്നുള്ള സംഗതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കും. 3, ഈ നമ്മുടെ ക്യാപിറ്റലിനകത്ത് ഡെറ്റ് ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ലെവറേജ് പഠിക്കും. ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ ഏതൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു ഫിനാൻസ് മാനേജർ അയാളുടെ ഡേ ടു ഡേ ലൈഫിൽ എടുക്കേണ്ടി വരുന്ന ഡിസിഷനാണ്. ഈ ഡിസിഷൻ എടുക്കാൻ അദ്ദേഹത്തെ കേപ്പബിൾ ആക്കുന്നത് ഈ സബ്ജക്റ്റിലുള്ള അറിവാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ സ്ട്രക്ചറും ലെവറേജും ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ ആണോ? CA ഫൗണ്ടേഷൻ്റെ റിസൾട്ട് എപ്പോൾ വരും? CA ഫൗണ്ടേഷൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അറിയില്ല, ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് മന്തൊക്കെ എക്സ്പെക്ട് ചെയ്തേക്കാം. ഇപ്പം എല്ലാം നേരത്തെ വരുന്നുണ്ട്. CMA ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ റിസൾട്ട് ഇട്ടു. അപ്പോൾ അതുപോലെ നമ്മുടെ ICAയും പെട്ടെന്ന് റിസൾട്ട് വരുത്തും എന്ന് തന്നെയാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. ടൈറ്റാൻ ഗെയിമിംഗ് കൊള്ളാം, നല്ല പേര്. അപ്പോൾ നേരത്തെ എത്തും തന്നെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. എന്നാലും ഒരു ആക്യുറേറ്റ് ഡേറ്റ് നമുക്കറിയില്ല, ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് നമുക്കറിയില്ല. അപ്പോൾ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അപ്പോൾ ഇനി നമ്മുടെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതിൽ ഒന്നാമത്തെ ഡിസിഷനാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്കിപ്പോൾ ഏത് സോഴ്സിൽ നിന്ന് ക്യാപിറ്റൽ വരണം എന്ന് തീരുമാനമായി. കറക്റ്റ് അല്ലേ? ഇനി നമ്മുടെ ആവശ്യം ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു, ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് രണ്ടാമത്തെ ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫണ്ട് എവിടെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു ഫിനാൻസ് മാനേജർ എടുക്കേണ്ട മറ്റൊരു ഡിസിഷനാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ട് വന്നു. നമ്മുടെ ലൂസിഫറിൽ പറഞ്ഞ പോലെ ഫണ്ട് വരുമെന്ന് വന്നു. അപ്പോൾ നമ്മൾ ഫണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, ഫണ്ട് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഇരിപ്പുണ്ട്, ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ബിസിനസ് തുടങ്ങണം. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? ആലോചിച്ചേ. അപ്പോൾ ഫിനാൻസ് മാനേജർ എടുക്കേണ്ട ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫിനാൻസ് മാനേജർക്ക് എവിടെയാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക? ആലോചിച്ചേ. നിങ്ങൾക്ക് പറയാമോ എവിടെയായിരിക്കും ഇത് ഇൻവെസ്റ്റ് ചെയ്യുക? എന്തിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാപിറ്റൽ ഉണ്ട്. അതിനാദ്യം എന്ത് ചെയ്യണം? ഞാൻ ഒരു തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾക്ക് ഇടുന്ന ഷർട്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യണം? അതിന് ഞാനൊരു ഫാക്ടറി തുടങ്ങണം. ഫാക്ടറി തുടങ്ങാനായിട്ട്
ആദ്യം ഞാനൊരു ലാൻഡ് വാങ്ങണം. അവിടെ എന്ത് ഡിസിഷൻ എടുക്കേണ്ടി വരിക? അവിടെ ഫിനാൻസ് മാനേജർ ഡിസിഷൻ എടുക്കണം. ലാൻഡ് വാങ്ങണോ, സ്വന്തമായിട്ട് വാങ്ങണോ, അതോ ലീസിന് എടുക്കണോ? ഒരു ഡിസിഷൻ അല്ലേ? ഫിനാൻസ് മാനേജർ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഫാക്ടറിക്ക് വേണ്ട ലാൻഡ് സ്വന്തമായിട്ട് വാങ്ങണോ, അതോ ഓൾറെഡി ഉള്ള ഒരു ഫാക്ടറി, ലാൻഡും ബിൽഡിങ്ങും ഒക്കെ ഉള്ളൊരു ഫാക്ടറി ലീസിന് എടുക്കുന്നതാണോ ലാഭം? ഇത് ആര് ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണ്? ഫിനാൻസ് മാനേജർ ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണ്. ഇനി അതിൽ തീരുമാനമായി എന്ന് വിചാരിക്കുക. ഇനി ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അവിടെ വീണ്ടും അടുത്ത പ്രശ്നം, ഫാക്ടറി എത്ര വോളിയത്തിൽ, എത്ര കപ്പാസിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്യണം? എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഫാക്ടറിയാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്യണം. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ആദ്യമേ ഒരു 10,000 ഷർട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് നമ്മുടെ ഡിമാൻഡ് ഇത്രയൊന്നും അല്ല, അപ്പോൾ ഇനി ഫാക്ടറി വലുതാക്കണം, ഇനി പുതിയ ഫാക്ടറി കണ്ടുപിടിക്കണം, അതൊന്നും നടക്കില്ല. അപ്പോൾ ആദ്യമേ പ്ലാൻ ചെയ്യണം. എത്ര കപ്പാസിറ്റി ഉള്ള ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യണം? അപ്പോൾ അതിന് മെഷീൻ വാങ്ങണം. മെഷീൻ വാങ്ങുമ്പോൾ എത്ര കപ്പാസിറ്റി ഉള്ള മെഷീൻ വാങ്ങണം? 10,000 യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മെഷീൻ വേണോ? 1,00,000 യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മെഷീൻ വേണോ? 10,00,000 രൂപയുടെ മെഷീൻ ഉണ്ടാവും, 1 കോടി രൂപയുടെ മെഷീൻ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഫിനാൻസ് മാനേജർ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ഡിസിഷനാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ലാൻഡ് വാങ്ങണം, ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യണം, അതിൽ മെഷീൻസ് വാങ്ങണം, ഫർണിച്ചേഴ്സ് വാങ്ങണം, ഫിറ്റിങ്സ് വാങ്ങണം, അങ്ങനെ ഒരുപാട് ഫിക്സഡ് അസറ്റ്സുകൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ എവിടെയാണ് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കേസ് ഫിക്സ്ഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ലാൻഡ് ഏത് വാങ്ങണം, അല്ലെങ്കിൽ വാങ്ങണോ, ലീസിന് എടുക്കണോ, ബിൽഡിംഗ് ഏത് സ്വന്തമായിട്ട് പണിയണോ അതോ റെൻറ്റിന് എടുക്കണോ, ഇനി മെഷീനറി വാങ്ങുമ്പോൾ മെഷീനറി ചെറിയ മെഷീൻ വാങ്ങണോ, വലിയ മെഷീൻ വാങ്ങണോ, 5 വർഷം ലൈഫുള്ളത് വാങ്ങണോ, 15 വർഷം ലൈഫുള്ളത് വാങ്ങണോ, അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഡിസിഷൻ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഞാനിരുന്ന് തീരുമാനിച്ചു ഓക്കേടാ ഇനി ഒരു 50 ലക്ഷം രൂപയുടെ മെഷീൻ എടുത്തോ എന്ന് പറയുക എന്നുള്ളതല്ല. പിന്നെയോ, മറിച്ച് ഞാൻ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്യണം എന്തുകൊണ്ടാണ് എനിക്ക് 50 ലക്ഷം രൂപയുടെ മെഷീൻ വേണ്ടത്. ഇത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ. ഞാൻ വിചാരിക്കുക എന്തായാലും ചെറുതാക്കണ്ട, ഇച്ചിരി വലുത് തന്നെ ഇരുന്നോട്ടെ, കനത്തിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 50 ലക്ഷം രൂപയുടെ മെഷീൻ ഇരുന്നോട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെയോ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്തിനാണ് 50 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങുന്നത്. 50 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിയാൽ നമുക്ക് എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും? ഈ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കി അത് എത്ര സെല്ല് ചെയ്യാം? ആ സെല്ല് ചെയ്തതിന് എത്ര എക്സ്പെൻസ് ഉണ്ട്? അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ട്? അങ്ങനെ എത്ര വർഷത്തെ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ഈ മെഷീൻ്റെ മുടക്കുമുതൽ കിട്ടും? അത് കഴിഞ്ഞാൽ എത്ര രൂപയുടെ ലാഭം കിട്ടും? എത്ര ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ അടുത്ത 5-10 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്രിഡിക്റ്റ് ചെയ്ത് റിപ്പോർട്ടാക്കി കൊടുത്താൽ മാത്രമേ ഡയറക്ടേഴ്സ് പറയത്തുള്ളൂ ഓക്കെ നീ 50 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിച്ചോ എന്ന് പറയത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഫിനാൻസ് മാനേജറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ടെക്നിക്സ് ഉണ്ട്. അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുക? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയും. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. ഈ ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നൊരു ചാപ്റ്ററാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ 3 ചാപ്റ്റർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലെവറേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നൊരു ചാപ്റ്ററിലാണ്. അവിടെ എന്താ നമ്മൾ പഠിക്കുക? ഈ ഫിക്സഡ് അസറ്റ്സിൻ്റെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട ടെക്നിക്സുകളാണ്. അതിന് ഫിനാൻസ് മാനേജർക്ക് ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക, അനാലിസിസ് നടത്തുക, അതിന് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുക. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചു. പക്ഷേ പ്രൊഡക്ഷൻ തുടങ്ങണമെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് മാത്രം മതിയോ? ഞാൻ ലാൻഡ് വാങ്ങി, ബിൽഡിങ് വെട്ടി, മെഷീനറി വാങ്ങിച്ചു, ഫർണിച്ചർ വാങ്ങിച്ചു, കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഒക്കെ സെറ്റപ്പ് ചെയ്തു, CCTV വെച്ചു, എല്ലാം സെറ്റായി. പ്രൊഡക്ഷൻ തുടങ്ങണം, അതിനെന്ത് ചെയ്യണം? അതിന് കുറേ അസറ്റ്സ് മാത്രം വാങ്ങിച്ചാൽ മതിയോ? പോരാ. അതിനെന്ത് വേണം? ആലോചിച്ച് നോക്കിയേ. ഇനി ബിസിനസ് അങ്ങോട്ട് പ്രൊഡക്ഷൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽ വാങ്ങണം. ഈ റോ മെറ്റീരിയൽ വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്കോ 1 മാസത്തേക്കോ ഉള്ള റോ മെറ്റീരിയൽ വാങ്ങിച്ചാൽ മതിയോ? പോരാ. അടുത്ത 3-4 മാസത്തേക്ക് വേണ്ട റോ മെറ്റീരിയൽ ആദ്യമേ തന്നെ സ്റ്റോക്ക് ചെയ്യണം. എംപ്ലോയീസിനെ ഹയർ ചെയ്യണം, അവർക്കുള്ള സാലറി കൊടുക്കണം. ഈ സാലറി കൊടുക്കാനുള്ള പൈസ ആദ്യമേ കൊണ്ടുവരണം. കാരണം ഞാൻ ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിന് സാലറി കൊടുക്കാം, മെറ്റീരിയൽ വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഈ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള പ്രശ്നം വരും. എന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ പ്രൊഡക്ഷൻ നടക്കണം. ഈ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് അവർക്ക് സാലറിയും വേജസും കൊടുത്ത് റോ മെറ്റീരിയൽ വാങ്ങിച്ച് അത് വെച്ച് വേണം പ്രൊഡക്ഷൻ നടത്താൻ. ഞാൻ പറയാണ് ഇത് വിറ്റ് കിട്ടുന്ന പൈസയ്ക്കകത്തുനിന്ന് ഞാൻ ആദ്യം വേജസ് കൊടുക്കാം, എന്നിട്ട് റോ മെറ്റീരിയൽ വാങ്ങാം. അതിന് വിൽക്കണമെങ്കിൽ ആദ്യം പ്രൊഡക്ഷൻ നടക്കണ്ടേ? അപ്പോൾ ആ റോ മെറ്റീരിയൽ പൈസ എവിടെ പോകും? അപ്പോൾ ഞാൻ പറയുകയാണ് വിറ്റ് കിട്ടുന്ന പൈസയ്ക്കകത്തുനിന്ന് എടുക്കാം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്നുള്ള പോലെ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് നടക്കത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം?
ആദ്യമേ തന്നെ ഞാൻ കുറച്ച് പൈസ അവിടെ കൊണ്ടുവെക്കണം. ഞാൻ മീൻസ് ഓണർ ആദ്യമേ കുറച്ച് ഫണ്ട് അവിടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവെക്കും. എന്തിനാ? ഈ പൈസയിൽ നിന്ന് റോ മെറ്റീരിയൽ വാങ്ങുക, ഇതിൽ നിന്ന് എംപ്ലോയീസിന് സാലറി കൊടുക്കുക, ഇതിൽ നിന്ന് കറണ്ട് ചാർജും വാട്ടർ ചാർജും ലോഡിംഗ് ചാർജും അൺലോഡിംഗ് ചാർജും ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഒക്കെ കൊടുക്കുക. എന്നിട്ട് പ്രൊഡക്ഷൻ നടത്തി ഇത് വിൽക്കുക. വിറ്റിട്ട് ഈ പൈസ തിരിച്ചു വരും. ആ പൈസ ഉപയോഗിച്ച് അടുത്ത ബാച്ചിനുള്ള സാധനങ്ങൾ വാങ്ങുക, അത് ഉപയോഗിച്ച് അടുത്ത ബാച്ചിൻ്റെ വേജ് കൊടുക്കുക, പിന്നെ ഓവർ ഹെഡ് കൊടുക്കുക, അത് വിൽക്കുക, ആ പൈസ തിരിച്ചു വരും. അപ്പോൾ അവിടെ റോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ആ പൈസയെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ആ പൈസയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? നിങ്ങൾ മേ ബി ജൂനിയർ ലെവലിൽ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ട് എന്നാണ്. അത് പക്ഷേ അത്ര ആക്യുറേറ്റ് അല്ല. മേ ബി നിങ്ങൾക്ക് ഫൗണ്ടേഷൻ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇൻ്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളൊരു ഫണ്ട് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി റോൾ ചെയ്യാനുള്ള ഫണ്ടാണ്. എന്താ റോളിങ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ മെറ്റീരിയൽ വാങ്ങാനുള്ള പൈസ, വേജസ് കൊടുക്കാനുള്ള പൈസ, ഓവർ ഹെഡ്, അതായത് ഈ LCT ബില്ല്, കറണ്ട് ചാർജ്, വാട്ടർ ചാർജ് തുടങ്ങിയ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടത് എവിടുന്നാണ്? ആ പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്നാണ്. പക്ഷേ പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ ആദ്യം അത് ഉണ്ടാക്കണം. ആദ്യം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള പൈസ വരണം. അതിന് നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുക. ആ പൈസയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെയും ഫിനാൻസ് മാനേജർക്ക് റോളുണ്ട്. എന്ത് റോളാണ് ഉള്ളത്? നമുക്ക് അവിടെ റോളുണ്ട് ഫിനാൻസ് മാനേജർക്ക്. അവിടുത്തെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാവണം, എത്ര രൂപ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യണം, ഈ വർക്കിംഗ് ക്യാപിറ്റൽ സഫിഷ്യൻ്റ് ആണോ, അടുത്ത 3 മാസത്തേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചാൽ മതിയോ, 6 മാസത്തേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വെക്കണോ, വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഓരോരുത്തരെടുക്കും എന്തൊക്കെ കാര്യങ്ങൾ കീപ്പ് ചെയ്യണം. ഇപ്പോൾ റോ മെറ്റീരിയൽ സ്റ്റോക്ക് എത്ര മാസത്തെ സ്റ്റോക്ക് കീപ്പ് ചെയ്യണം, ഇനി എംപ്ലോയീസിൻ്റെ വേജസ് എന്ന് കൊടുക്കണം, അപ്പോൾ അതിന് എത്ര ഫണ്ട് ആദ്യമേ കരുതണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിനാൻസ് മാനേജർ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നത്. അപ്പോൾ അതോടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൻ്റെ ഏകദേശം ഒരു 80% ടോപ്പിക്കും തീരും. ഇനി മൂന്നാമതൊരു ഡിസിഷനാണ് നമുക്ക് ബാക്കിയുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ഡിസിഷനായി. എന്തൊക്കെയാണ്? നമ്മൾ ഏത് സോഴ്സിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു, അത് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് 2 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ബിസിനസ്സിലുള്ളത്. എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? 1 നമ്മുടെ ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, 2 വർക്കിംഗ് ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പഠിക്കാൻ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പഠിച്ചു, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പഠിച്ചു. ഇനി അവസാനത്തെ ഒരു ഡിസിഷനാണ്, അത് ഡിവിഡൻഡ് ഡിസിഷനാണ്. എന്താ ഡിവിഡൻഡ് ഡിസിഷൻ? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അത് ഉപയോഗിച്ച് ബിസിനസ്സും ചെയ്തു. ബിസിനസ് ചെയ്യുമ്പോൾ നാച്ചുറലി പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ, അതിനെയാണ് എന്തെന്ന് വിളിക്കുക? നമ്മളുടെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുക. അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത ഡിസിഷൻ. എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്? എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ? ഈ നമ്മുടെ ബിസിനസ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കണോ വേണ്ടയോ, അഥവാ കൊടുക്കുന്നെങ്കിൽ എത്ര രൂപ ഡിവിഡൻഡ് കൊടുക്കണം. ഈ കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചോദ്യം വരും, കൊടുക്കണ്ടേ? നമ്മൾ കമ്പനി ബിസിനസ് നടത്തി പ്രോഫിറ്റ് ഉണ്ടായാൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണ്ടേ? എല്ലായ്പ്പോഴും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആ കമ്പനി ആ ഡിവിഡൻഡ് അവിടെ തന്നെ ഇട്ട് വീണ്ടും ഫർദർ ബിസിനസ് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് ഡിസിഷൻ എടുത്തിട്ട് അവരെ ഇൻഫോം ചെയ്യണം, അവരെ കൺവിൻസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ വർഷം നിങ്ങൾക്ക് ഡിവിഡൻഡ് തരുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നത്? ഈ വർഷം നിങ്ങൾ ഡിവിഡൻഡ് എടുക്കാതിരുന്നാൽ ആ പൈസ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, അതുവഴിക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നൊക്കെ ഷെയർ ഹോൾഡേഴ്സിനെ കൺവിൻസ് ചെയ്യുമ്പോഴാണ് അവർ അതിന് ഓക്കെ പറയുക. ഇതൊക്കെ ആര് ചെയ്യണം? ഫിനാൻസ് മാനേജർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് 90% കംപ്ലീറ്റ് ആവും. എൻ്റെയർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 3 ഡിസിഷനാണ്. എന്തൊക്കെയാണ്? ഫിനാൻസിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ്. ഏത് സോഴ്സിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യണം. ഈ 3 ഡിസിഷൻ മേക്കിംഗ് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് 90% തീരും. പിന്നുള്ളത് ആദ്യ 2 ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, തിയറി ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നൊരു ചെറിയ ടോപ്പിക് ഉണ്ട്, റേഷ്യോ അനാലിസിസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുക. ഒരു എക്സ്ട്രാ ചാപ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ 2 ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ റേഷ്യോ അനാലിസിസുമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 + 2 5 + 1 6 ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ഇത്രയും ചാപ്റ്റർ മാത്രമേ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. 6 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. റേഷ്യോയും കൂടെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ചാപ്റ്റർ. ഈ 7 ചാപ്റ്ററാണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറയുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലെവറേജ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് ഡിസിഷൻ, പിന്നെ റേഷ്യോ അനാലിസിസ്. ഈ 7 ചാപ്റ്ററുകളാണ് നമുക്ക് ഇൻ്റർമീഡിയറ്റിന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രോഡ് വ്യൂ കിട്ടിയോ? എന്താണ് FM, എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്, എന്താണ്, എങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ബ്രോഡ് വ്യൂ കിട്ടിയോ? ഒരു ബേർഡ്സ് ഐ വ്യൂ കിട്ടിയോ? ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.
ഞാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചെറുതായിട്ടൊന്ന് തുടങ്ങി വെക്കാം. നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, എങ്ങനെയാണ് അത് പഠിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് തുടങ്ങി വെക്കാം. അതിന് മുമ്പായിട്ട് FM ആയിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ സിലബസായിട്ട് ബന്ധപ്പെട്ടോ CA ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെട്ടോ ആർട്ടിക്കിൾഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം, ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം. ചെയ്തേച്ച് നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് കയറാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലോട്ട് കയറാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്തോട്ട് കയറാം. FM തിയറി പേപ്പർ ആണോ? അയ്യോ, അല്ല, കംപ്ലീറ്റ്ലി പ്രോബ്ലം ആണ്. ഈ പറയുന്ന 7 ചാപ്റ്ററും പ്രോബ്ലം ചാപ്റ്ററുകളാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലെവറേജ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഡിവിഡൻഡ്, റേഷ്യോ അനാലിസിസ്, ഇത് മൊത്തവും പ്രോബ്ലം പേപ്പേഴ്സാണ്. ഞാൻ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ കൂടെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ അതിൻ്റെ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഡെറ്റിൻ്റെ കോസ്റ്റ് കാണാനായിട്ടൊരു ഫോമുലയാണ്. ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കാണുന്നത് എങ്ങനെയാണ്? ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കാണാൻ ഒരു ഫോമുലയുണ്ട്. KD = I × 1 - T/NB. ഇതൊരു ഫോമുലയാണ്. നമ്മൾ കോസ്റ്റ് ഡെറ്റിൻ്റെ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് കാണാനായിട്ടുള്ള ഒരു ഫോമുലയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. KD = I × 1 - T/NP. ഇത് നമുക്ക് 2 രീതി പഠിക്കാം. ഒന്ന്, ഞാൻ ഈ ഐയും ടിയും NB എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇത് ഒരു ഫോമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ്റ്റിൻ്റെ ഡെറ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കുമെന്ന് പറയുന്നു, ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു, ചെയ്യുന്നു. അത് എളുപ്പമാണ്, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പരിപാടിയാണ്. പക്ഷേ ഇതെന്തിനാണ് ഐയും ടിയും NBയും ഉപയോഗിക്കുന്നത്? ഈ 1 - T എന്താ, അത് എന്തിനാണ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാതെ ആ ഫോമുല കാണാൻ പഠിച്ചാൽ ഒരിക്കലും ആ ഫോമുല നിങ്ങളുടെ തലയിൽ നിൽക്കത്തില്ല. നിങ്ങൾ ഈ ഫോമുല ഇങ്ങനെ കാണാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. മറിച്ച് ഇതിന് മറ്റൊരു വ്യൂ ഉണ്ട്. ഈ ഫോമുല ഒന്നും പഠിക്കാതെ ഇത് എങ്ങനെയാണ് ഈ സംഭവത്തിലോട്ട് എത്തിയത് എന്നുള്ളത് ഒരു ബേസിക് കാര്യങ്ങൾ എടുക്കുവാണെങ്കിൽ അതൊരു സിമ്പിൾ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ തന്നെ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതൊരു ബേസിക് കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോമുലയുടെ ആവശ്യമില്ല. അപ്പോൾ ആ കോൺസെപ്റ്റ് പറയാൻ നമുക്കൊരു ടൈം വേണം. എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്നുള്ളത് പറയാനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കുറച്ച് തിയറി പറയേണ്ടി വരും. അതൊഴിച്ചാൽ FM പ്രോബ്ലം പേപ്പറാണ്, 100% പ്രോബ്ലം പേപ്പറാണ്. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ 50 മാർക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 50 മാർക്കിനും പ്രോബ്ലം മാത്രം എഴുതി അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 50 മാർക്കിന് നിങ്ങൾക്കൊരു 10 മാർക്ക് എക്സ്ട്രയും കൂടെ ചേർത്ത് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്നാണ് 50 മാർക്ക് എഴുതേണ്ടത്. ആ 10 മാർക്കിന് തിയറി ഉണ്ടാവും. ആ തിയറി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 100% വേണമെങ്കിൽ പ്രോബ്ലം മാത്രം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ പേപ്പർ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ അതിൻ്റെ ആശാനാണ്. എനിക്ക് ഈ തിയറി പഠിക്കുന്ന തീരെ താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു മാർഗ്ഗം അതായിരുന്നു. തിയറി വരുമ്പോൾ അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രോബ്ലം വെച്ച് മാത്രം എക്സാം എഴുതുന്ന കാര്യമാണ് പറഞ്ഞത്. പഠിക്കേണ്ടതെന്നല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി വേണം, അതിനുള്ള തിയറി ഉണ്ട്. ബട്ട് പ്യൂർലി പ്രോബ്ലം പേപ്പറാണ്. വേറെ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പതുക്കെ നമ്മുടെ ചാപ്റ്ററിലോട്ടൊന്ന് കയറാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലോട്ടൊന്ന് കയറുകയാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. മീൻവൈൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഇതിന് മുമ്പ് 2 തിയറി ചാപ്റ്റർ കിടപ്പുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചെടുക്കും. നമ്മൾ അത് രണ്ടും പ്യൂർലി തിയറിയാണ്. അപ്പോൾ നമ്മൾ ആ തിയറി പറഞ്ഞ് ഉറക്കം വരുത്തുന്നതിനേക്കാൾ നമ്മൾ പ്രോബ്ലത്തിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം ഒരു സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾ മേ ബി ഫൗണ്ടേഷൻ പഠിച്ചിട്ടുള്ള സംഗതിയായിരിക്കും. പിന്നെ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജർ അല്ലെങ്കിൽ CFO, റോൾ ഓഫ് എ CFO എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഗതികളുണ്ട്. അതുപോലെ ടൈപ്സ് ഓഫ് ഫിനാൻസിങ്, ഏതൊക്കെ തരത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇക്വിറ്റി, പ്രിഫറൻസ്, റീറ്റെയിൻ ഏർണിങ്സ്, ഡിബഞ്ചർ, ബോണ്ട്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കൊമേഴ്സ്യൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ക്യാപിറ്റലുണ്ട്. ആ ക്യാപിറ്റലിനെ പറ്റിയൊക്കെയുള്ളൊരു ബേസിക് നോളജ് കൊടുക്കാനായിട്ടുള്ളൊരു ഏരിയ നമുക്ക് ടൈപ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമതൊരു ചാപ്റ്ററിനകത്ത് റേഷ്യോ അനാലിസിസ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രോബ്ലം ഏരിയ ആണ്. അത് പക്ഷേ നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും പഠിക്കുക. കാരണം റേഷ്യോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ റേഷ്യോ കാണാൻ പഠിക്കണം. അപ്പോൾ ഈ റേഷ്യോ കാണാൻ പഠിക്കുമ്പോൾ അത് ബോറിംഗ് ആവും. നമ്മളിരുന്ന് ഓരോ റേഷ്യോ ആയിട്ട് പഠിക്കുക. കറണ്ട് റേഷ്യോ, കറണ്ട് അസെറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി, ക്വിക്ക് റേഷ്യോ, കറണ്ട് അസെറ്റ് മൈനസ് സ്റ്റോക്ക് ബൈ കറണ്ട് ലൈബിലിറ്റി, പിന്നെ അങ്ങനെ ഓരോ റേഷ്യോ ആയിട്ടിരുന്ന് കാണാൻ പഠിക്കും. അപ്പോൾ നമുക്കത് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഏറ്റവും അവസാനം പഠിക്കും. കാരണം നമ്മൾ ഈ ബാക്കി പഠിക്കുന്ന ചാപ്റ്ററുകളിലൊക്കെ കുറേ റേഷ്യോ പഠിക്കാനുണ്ട്. അപ്പോൾ ആ റേഷ്യോ കണ്ട് ഏറ്റവും അവസാനം എത്തുമ്പോഴത്തേക്ക് റേഷ്യോ അനാലിസിസിലെ പകുതി കൂടുതൽ റേഷ്യോയിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഈ റേഷ്യോ കുത്തിയിരുന്ന് ഒന്നേന്ന് എഴുതി കാണാൻ പഠിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ 3 റേഷ്യോ അനാലിസിസ് അവസാനം എടുക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രോബ്ലം ചാപ്റ്ററാണ്. കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ക്ലാസ്സിൽ നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ PDF ഉണ്ടാവും. ആ PDF നോക്കിയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ചാപ്റ്റർ 5 ക്യാപിറ്റൽ സ്ട്രക്ചർ, ചാപ്റ്റർ 6 ലെവറേജ് അനാലിസിസ്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്.
പിന്നെ സെക്കൻഡ് മൊഡ്യൂളിലാണ് ചാപ്റ്റർ 7 ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും ചാപ്റ്റർ 8 വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും പിന്നെ ചാപ്റ്റർ 9 നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷനും വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. നമ്മുടെ ഓരോ ക്യാപിറ്റലിൻ്റെ ആയിട്ടുള്ള കോസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൽ 4 ക്യാപിറ്റലാണ് നമുക്കുള്ളത്. ഇക്വിറ്റി, പ്രിഫറൻസ്, പിന്നെ റീറ്റെയിൻ ഏർണിങ്സ്, ഡിബഞ്ചർ അല്ലെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ. അതിൽ ഡെറ്റിൻ്റെ കോസ്റ്റാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, കോസ്റ്റ് ഓഫ് ഡെറ്റ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഡെറ്റിൻ്റെ കോസ്റ്റ്? ഇപ്പോൾ ഡെറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് ഡിബഞ്ചേഴ്സ് ഉണ്ട്, ലോങ് ടൈം ബോറോയിങ്സ് ഉണ്ട്, ബാങ്ക് ലോൺ ഉണ്ട്, ഇതൊക്കെയാണ് വരുന്നത്. അതിനകത്ത് തന്നെ പ്രധാനമായിട്ട് വരുന്ന ഒരു ഐറ്റം ഡിബഞ്ചറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡെറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിബഞ്ചറാണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ കോസ്റ്റാണ് നമ്മൾ പഠിക്കുക. ഈ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡിബഞ്ചറിനെ പറ്റി പഠിച്ചിട്ടുള്ളപ്പോൾ പല തരത്തിലുള്ള ഡിബഞ്ചറിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടോ? ഏതൊക്കെ തരത്തിലുള്ള ഡിബഞ്ചർ ക്യാപിറ്റലുകളുണ്ട്? ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെ തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്? ടൈപ്സ് ഓഫ് ഡിബഞ്ചർ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാവും, ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? കുറേ ടൈപ്പ് ഡിബഞ്ചറുകളെ പറ്റി, കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ, സെക്വേർഡ്, അൺസെക്വേർഡ്, റെഡീമബിൾ, ഇറെഡീമബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഓരോന്നിൻ്റെയും? ഇപ്പോൾ കൺവേർട്ടബിൾ, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ. നോൺ കൺവേർട്ടബിളോ? അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല, അതിനെ ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാണെങ്കിലും ഇതിൻ്റെ കോസ്റ്റ് എന്താണ്? എന്തായിരിക്കും ഡിബഞ്ചറിൻ്റെ കോസ്റ്റ്? ഇൻട്രസ്റ്റ് ആണ് അല്ലേ? കോസ്റ്റ് പറയുമ്പോൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കേണ്ടത്? കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ചിന്തിക്കേണ്ടത്. കമ്പനി ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അങ്ങോട്ട് എന്താണ് കൊടുക്കുന്നത്? അപ്പോൾ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് കൺവേർട്ടബിൾ ആണെങ്കിലും നോൺ കൺവേർട്ടബിൾ ആണെങ്കിലും കൊടുക്കുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇനി സെക്യൂർഡ് ഡിബഞ്ചറും അൺസെക്യൂർഡ് ഡിബഞ്ചറും. എന്താ സെക്യൂർഡ് അൺസെക്യൂർഡും? സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ അത് സെക്വേർഡ് ആണ്, അതിന് സെക്യൂരിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിബഞ്ചറുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കുറച്ച് ഫിക്സഡ് അസറ്റ്സുകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ലീൻ ക്രിയേറ്റ് ചെയ്യുക, ചാർജ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ്സ് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടി മാത്രമായി മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ പുറത്ത് ലീൻ ക്രിയേറ്റ് ചെയ്യും, ചാർജ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമ്മുടെ കമ്പനി വൈൻഡപ്പ് ആകുന്ന ഒരു സെനാരിയോ ഉണ്ടായാൽ ആ ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ട് പൂർണ്ണമായും ആർക്ക് കൊടുക്കേണ്ടി വരും? ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ സെക്വേർഡ് ആണ്. നമുക്ക് വേണ്ടി ഒരു അസറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചാലും ആ അസറ്റ്സ് വിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് കിട്ടും, നമുക്കൊരു സെക്യൂരിറ്റി ഉണ്ട്. അൺസെക്യൂർഡ് ആണെങ്കിലോ? അൺസെക്യൂർഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല, എല്ലാവർക്കും കിട്ടുന്ന കൂട്ടത്തിൽ നമുക്കും പൈസ കിട്ടും. അത് മാത്രമേ നമുക്ക് അവിടെ അൺസെക്യൂർഡ് ഡിബഞ്ചർ ആകുമ്പോൾ ഉള്ള പ്രത്യേകത വരുന്നുള്ളൂ. എഗെയിൻ കോസ്റ്റിനകത്ത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അടുത്തൊരു കാറ്റഗറിയാണ് റെഡീമബിൾ, ഇറെഡീമബിൾ. എന്താ റെഡീമബിൾ ഡിബഞ്ചറും ഇറെഡീമബിൾ ഡിബഞ്ചറും? ഈ റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ റീപേ ചെയ്യുന്ന ഡിബഞ്ചറിനെയാണ് റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുക. ഇറെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുമ്പോഴോ? ഇറെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് പീരീഡിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിനെയാണ് ഇറെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഡിബഞ്ചറാണുള്ളത്, റെഡീമബിളും ഇറെഡീമബിളും. റെഡീമബിൾ ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം റീപേ ചെയ്യുന്നതാണ്. ഇറെഡീമബിൾ എന്ന് പറയുന്നത് ലൈഫ് ലോങ് കമ്പനി ഉള്ള കാലത്തോളം കണ്ടിന്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് ഇറെഡീമബിൾ ഡിബഞ്ചർ എന്നും പറയാം. പക്ഷേ ഇവയുടെ കോസ്റ്റിനകത്ത് ഒരു കാര്യമായ വ്യത്യാസമുണ്ട്. മറ്റ് ഡിബഞ്ചറുകൾക്കൊന്നും കോസ്റ്റിനകത്ത് വ്യത്യാസമില്ല, എല്ലാത്തിനും ഇൻട്രസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഡിബഞ്ചറിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മുടെ കോസ്റ്റിനകത്ത് ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്തായിരിക്കും എന്നുള്ളത്? റെഡീമബിൾ ഡിബഞ്ചറിൻ്റെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് കമ്പനിക്ക് കോസ്റ്റ്, ഒരു എക്സ്ട്രാ കോസ്റ്റ് കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇറെഡീമബിൾ ഡിബഞ്ചറിന് അങ്ങനെ ഒരു സംഭവം വരുന്നില്ല, അവർക്ക് ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി. പക്ഷേ റെഡീമബിൾ ഡിബഞ്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് മാത്രം അല്ലാതെ വേറെ എന്തോ ഒരു സംഗതി കൂടെ എക്സ്ട്രാ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ കൊടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്തായിരിക്കും അതെന്നുള്ളത്? റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫിക്സഡ് പീരീഡ് 5-6 വർഷം കഴിയുമ്പോൾ റീപേ ചെയ്യുന്ന ഡിബഞ്ചറിനെയാണ് നമ്മൾ റെഡീം ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുക. അപ്പോൾ ആ റെഡീമബിൾ ഡിബഞ്ചറിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് ഒരു എക്സ്ട്രാ കോസ്റ്റ് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അതെന്തായിരിക്കും? എന്താണെന്ന് പറയാമോ? അത് റിഡംഷൻ പ്രീമിയമാണ്. എന്ന് വെച്ചാൽ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എങ്ങനെ റിഡീം ചെയ്യാം? പാറിൽ റിഡീം ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ പ്രീമിയത്തിൽ റിഡീം ചെയ്യാം. എന്താ പ്രീമിയത്തിൽ റിഡീം ചെയ്യുക? നമ്മൾ വാങ്ങിച്ച എമൗണ്ടിനേക്കാൾ കൂടുതൽ തുക റീപേ ചെയ്യുക. അതാണ് റിഡംഷൻ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്.
കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതൊരു എക്സ്ട്രാ കോസ്റ്റ് അല്ലേ? അത്തരം ഡിബഞ്ചറുകൾ വാങ്ങിച്ചാൽ വർഷാവർഷം നമ്മൾ ഇൻട്രസ്റ്റും കൊടുക്കണം. അത് കൂടാതെ റീപേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രീമിയം കൂടെ കൊടുക്കേണ്ടി വരും. പ്രീമിയം കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ റീപേ ചെയ്യുമ്പോൾ എങ്ങനെ റിഡീം ചെയ്യാം, നമ്മൾ പ്രീമിയത്തിൽ ചിലപ്പോൾ റിഡീം ചെയ്തെന്ന് വരാം. ആ ഒരു ചാൻസ് പറയുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് അതെന്തായിരിക്കും, ഒരു എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് മാറാം. അതുകൊണ്ട് തന്നെ എന്നാൽ ഇറഡീമബിൾ ഡിബഞ്ചറിൻ്റെ കാര്യത്തിലോ, ഇറഡീമബിൾ ഡിബഞ്ചറിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. വർഷാവർഷം ഇൻട്രസ്റ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അവിടെ എന്ത് വരുന്നില്ല, പ്രീമിയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നില്ല. ഇനി റെഡീമബിൾ ഡിബഞ്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രീമിയം തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ റിഡീം ചെയ്യാം. പക്ഷേ അവിടെ എക്സ്ട്രാ കോസ്റ്റോ എക്സ്ട്രാ ബെനിഫിറ്റോ ഒക്കെ വരാനുള്ള ചാൻസ് അവിടെ. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ ഡെറ്റ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് റെഡീമബിൾ ഡിബഞ്ചറിൻ്റെയും ഈ റെഡീമബിൾ ഡിബഞ്ചറിൻ്റെയും കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആരുടെയൊക്കെയാണ് പഠിക്കണേ? ഇവരുടെ രണ്ടുപേരുടെ കോസ്റ്റാണ് പഠിക്കണേ. ആരുടെയൊക്കെ? കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡിബഞ്ചർ ആൻഡ് ഇറഡീമബിൾ ഡിബഞ്ചർ. അപ്പോൾ എന്തുകൊണ്ടാണ് റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ തന്നെ എടുക്കുക? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും കോസ്റ്റിനകത്ത് വ്യത്യാസമില്ല. ആർക്കൊക്കെ? സെക്യൂർഡ് അൺസെക്യൂർഡ് ആണെങ്കിലും ഈ പറഞ്ഞ കൺവേർട്ടബിൾ നോൺ കൺവേർട്ടബിൾ ആണെങ്കിലും ഒക്കെ അതിനൊന്നും അവരുടെ കോസ്റ്റിനകത്ത് പ്രത്യേകിച്ച് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഈ റെഡീമബിൾ ഡിബഞ്ചറിൻ്റെയും കേസിലാണ് കോസ്റ്റിൽ കാര്യമായ വ്യത്യാസമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? റെഡീമബിൾ ഡിബഞ്ചറിൻ്റെയും കോസ്റ്റിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഇറഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റിലാണ് നമ്മൾ തുടങ്ങുക. എങ്ങനെയാണ് ഇറഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡിബഞ്ചർ. ആലോചിച്ചേ, നമുക്കറിയാം ഇറഡീമബിൾ ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ ഡെറ്റിൻ്റെ കോസ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഞാൻ ഒരു 1000 രൂപ ബോറോ ചെയ്തു. എക്സ് ലിമിറ്റഡ് ബോറോഡ് ₹1000 ഫ്രം പബ്ലിക്. They paid interest of ₹150 per annum. What is the cost? എങ്ങനെ ചെയ്യുക? നമ്മൾ 1000 രൂപ ബോറോ ചെയ്തു, 150 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പെർസെൻറ്റേജ് ആണ്. എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? പെർസെൻറ്റേജിലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് എത്ര ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ബേസിക് മാത്തമാറ്റിക്സ് ആണ്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ്, ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ 1000 രൂപയാണ്, ഇൻറ്റു 100 ആക്കുമ്പോൾ നമുക്കതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ 150/1000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 150/1000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്റ്റ് അവിടെ 15% ആണെന്ന് കാണാം. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയാം? 15% ആണെന്ന് പറയാം. ഇവിടുത്തെ ഇറഡീമബിൾ ഡെറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 15% ആണ്. കറക്റ്റ് അല്ലേ? ഇത്രയേ ഉള്ളൂ കോസ്റ്റ് കാണാനായിട്ടുള്ള ഫോർമുല. അപ്പോൾ ചോദിക്കാം, CA ഇൻ്റർ ആയിട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ചെറിയ കാര്യം കൂടെ പഠിക്കാനുണ്ട്, ഒരു പുതിയ കോൺസെപ്റ്റ് കൂടെ അവിടെ മനസ്സിലാക്കാനുണ്ട്. ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അത് നമ്മളെ സംബന്ധിച്ച് എൻ്റയർലി ന്യൂ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഈ ഒരു കോൺസെപ്റ്റൂടെ മനസ്സിലാക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുപിടിച്ച 15% അത് അത്ര ആക്യുറേറ്റ് അല്ല. അതിനകത്തൊരു ചെറിയ എലമെൻറ്റ് മിസ്സിംഗ് ആണ്. ആ എലമെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു പുതിയ കോൺസെപ്റ്റിലോട്ട് പോകണം. എന്താണ്? ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ ആണോ? അപ്പോൾ അത് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, FM ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുക. നമ്മൾ FM പഠിക്കുമ്പോൾ ത്രൂ ഔട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ് ടാക്സ് അഡ്വാൻറ്റേജ്. മാത്രമല്ല ഇൻ്റർമീഡിയറ്റ് ലെവലിലോട്ട് വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചും ഒരു പുതിയ അറിവായിരിക്കും ഈ ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സംഗതി? അത് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്തതിന് ശേഷം പഠിക്കാം. അപ്പോൾ നമുക്ക് അവിടെ നിർത്താം. ടാക്സ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള ബ്രേക്കിന് ശേഷം കാണാം. അപ്പോൾ ഒരു 1 hour ആയില്ലേ? അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക്, ഒരു 10 മിനിറ്റ്സിൻ്റെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ അത് കറക്റ്റ് 4 മണി. നമുക്കൊരു 4:10 ആകുമ്പോഴത്തേക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. 10 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് എന്താണ് ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പഠിക്കാം. ഓക്കെ, ആ വഴിക്ക് ഓടിയേക്കരുത്, എല്ലാവരും തിരിച്ചു വരണം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ടാക്സ് അഡ്വാൻറ്റേജ്. കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് കാണാം ബ്രേക്കിന് ശേഷം. ഓക്കെ, കം ബാക്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഇൻകം ടാക്സിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷൻ വരുന്നൊരു ടോപ്പിക്കാണ്. ഈ എഫ് എമ്മിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എമ്മിനകത്ത് ഈ മറ്റ് പേപ്പറുകളുടെ ആപ്ലിക്കേഷൻ ഒരുപാടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അക്കൗണ്ടൻസിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ബേസിക്കായിട്ട് ഈ 3 പേപ്പറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്തുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, ടാക്സ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നോർമലി എഫ് എം സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഏർലി സ്റ്റേജിൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല നമ്മുടെ മെജോറിറ്റി ടൈം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയും ചെയ്യും. എന്താണ് നമ്മുടെ ഈ പറയുന്ന ഇൻകം ടാക്സ് എന്താണ്, ഈ പറയുന്ന കോസ്റ്റിംഗ് എന്താണ്, അക്കൗണ്ടൻസി എന്താണെന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോകും. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഗതികളാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇതുവരെ ഇൻകം ടാക്സ് പഠിച്ചിട്ടില്ല, മേ ബി ബ്രിഡ്ജ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതിനപ്പുറത്തേക്ക് ഇൻകം ടാക്സിൽ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരു മനസ്സിലാവുന്ന പരുവത്തിനങ്ങ് പറഞ്ഞിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ എക്സാക്ട് സെൻസിലോട്ട് പോകുന്നില്ല. കാരണം അത് ഇൻകം ടാക്സ് കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കണക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെ കേസുകളൊന്ന് നോക്കാം. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇൻകം ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻകത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഒരു കമ്പനി ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന പോലെ, അതായത് ഞാനോ നിങ്ങളോ പോലുള്ള വ്യക്തികളെ പോലെ തന്നെ നാട്ടിലുള്ള കമ്പനികളും ഒരു വ്യക്തിയാണ്, പേഴ്സണാണ്. കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്, ഒരു പേഴ്സണാണ്. അതായത് എനിക്കോ നിങ്ങൾക്കോ ഉള്ള ഒരു വ്യക്തിത്വം ആർക്കും ഉണ്ട്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പബ്ലിക് കമ്പനിക്കും ഉണ്ട്. അപ്പം ഞാനോ നിങ്ങളോ ടാക്സ് അടയ്ക്കുന്നത് പോലെ തന്നെ ഒരു കമ്പനിയും ടാക്സ് അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കാറുണ്ട്, ഈ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ കാണാറുണ്ട്. അപ്പോൾ ഈ കമ്പനികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ പ്രോഫിറ്റിൻ്റെ പുറത്ത് അവർക്ക് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഈ ടാക്സ് അടയ്ക്കുമ്പോൾ അവർ എന്തിൻ്റെ പുറത്താണ് ടാക്സ് അടയ്ക്കേണ്ടത്, സെയിൽസിൻ്റെ പുറത്താണോ? അല്ല, നമ്മളുടെ പ്രോഫിറ്റിൻ്റെ പുറത്താണ് അവർ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം നമുക്കൊരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ പുറത്താണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണെന്ന് വിചാരിക്കുക. ബിസിനസ്സിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ആ പ്രോഫിറ്റിൻ്റെ 30% അവർ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി അവരുടെ സെയിൽസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അതിനകത്തുനിന്ന് അവർ എക്സ്പെൻസസ് മൈനസ് ചെയ്യും. അപ്പോൾ ഞാൻ പി ആൻഡ് എൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു വെർട്ടിക്കൽ പി ആൻഡ് എൽ അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സിമ്പിൾ ഫോർമാറ്റിൽ ഞാൻ കാണിക്കുകയാണ് അവരുടെ കോസ്റ്റും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. ഞാൻ ആ 5 ലക്ഷം രൂപയിൽ നിന്ന് നമ്മളുടെ എക്സ്പെൻസസ് മൈനസ് ചെയ്തു. എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, വേജസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ചാർജ്, ലോഡിംഗ് ചാർജ്, അൺലോഡിംഗ് ചാർജ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. ഈ എക്സ്പെൻസസ് എല്ലാം മൈനസ് ചെയ്തു, എല്ലാം കൂടെ ഒരു 3 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 3 ലക്ഷം രൂപ എക്സ്പെൻസസ് മൈനസ് ചെയ്തു, എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ഞാൻ സിമ്പിൾ ആക്കുകയാണ്, കൂടുതൽ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ടൊരു സംഗതി പ്രസൻറ്റ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഈ ആക്ച്വൽ സെനാരിയോ കുറച്ചുകൂടെ ഡീറ്റെയിൽഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ സെയിൽസ് 5 ലക്ഷം രൂപ, എൻ്റെ എക്സ്പെൻസസ് 3 ലക്ഷം രൂപ, എൻ്റെ പ്രോഫിറ്റ് 2 ലക്ഷം രൂപ ആണെങ്കിൽ കമ്പനി ടാക്സ് ആയിട്ട് 30% അടയ്ക്കേണ്ടത് ഏതിൻ്റെ പുറത്താണ്, ഈ പ്രോഫിറ്റിൻ്റെ പുറത്താണ്. അതായത് ഈ 2 ലക്ഷം രൂപയുടെ 30% നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. എത്ര രൂപ, 60,000 രൂപ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും, PAT എന്ന് പറയും. 2 ലക്ഷത്തിൽ നിന്ന് 60,000 പോയിട്ട് 1,40,000 രൂപയായിരിക്കും നമ്മളുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നും പറയാം. ഓക്കെ ആണോ? അപ്പോൾ 5 ലക്ഷം രൂപ സെയിലുള്ള ഒരു കമ്പനി പ്രോഫിറ്റ് ആയിട്ട് 2 ലക്ഷം രൂപ ഉണ്ടാക്കിയപ്പോൾ ആ 2 ലക്ഷത്തിൻ്റെ 30% കമ്പനി എന്തായിട്ട് അടയ്ക്കുന്നത്, ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ കമ്പനികൾക്കൊക്കെ ടാക്സ് കുറയ്ക്കണമെങ്കിൽ ഒരു എളുപ്പ വഴിയില്ലേ? എന്തായിരിക്കും അത്? ഒന്നുകിൽ സെയിൽസ് കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ എക്സ്പെൻസസ് കൂട്ടി കാണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും, പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് കുറയും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. GST ഉണ്ട്. GST പ്രകാരം നമ്മളത് കാണിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സെയിൽസ് ഒന്നും കുറച്ച് കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ എക്സ്പെൻസ് കൂട്ടി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. TDS കൊടുക്കണം, പിന്നെ ക്യാഷ് ആയിട്ട് പൈസ കൊടുക്കാൻ പാടില്ല, ബാങ്കായിട്ട് കൊടുക്കണം, അക്കൗണ്ട് പേ ട്രാൻസ്ഫർ ആവണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കണ്ടീഷൻസ് നൂലാമാലകളും ഉണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ നമുക്ക് ആർക്കും ടാക്സ് വെട്ടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ എക്സ്പെൻസസ് ആയി 3 ലക്ഷം രൂപ വന്നതുകൊണ്ടല്ലേ നമ്മുടെ ടാക്സ് ലയബിലിറ്റി 60,000 രൂപയിൽ നിന്നേ. അപ്പോൾ എക്സ്പെൻസ് 3 ലക്ഷം വന്നതുകൊണ്ട് നമുക്ക് ഇൻഡയറക്റ്റ്ലി ഒരു ബെനിഫിറ്റ് വന്നില്ലേ?
എന്താ ബെനിഫിറ്റ്? എക്സ്പെൻസസ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞപ്പോൾ ടാക്സ് കുറഞ്ഞു. ഇല്ലായിരുന്നെങ്കിലോ, എക്സ്പെൻസസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? 5 ലക്ഷം രൂപ സെയിൽസ് വന്നപ്പോൾ ആ 5 ലക്ഷം രൂപയ്ക്കും ഞാൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നേനെ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ എക്സ്പെൻസസ് വന്നതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായി. എന്ത് ബെനിഫിറ്റാണ് ഉണ്ടായത്? എൻ്റെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എത്ര രൂപ കുറയ്ക്കാൻ സാധിച്ചു? ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഈ എക്സ്പെൻസസ് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ സെയിൽസ് 5 ലക്ഷം, എൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. ആണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് എത്ര? ആ 5 ലക്ഷം രൂപയും എൻ്റെ പ്രോഫിറ്റാണ്. ആണെങ്കിൽ ഞാൻ എത്ര രൂപ ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ? 5 ലക്ഷത്തിൻ്റെ 30% ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. അതായത് 1.5 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. എൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതിനനുസരിച്ച് മാറിയേനെ. കറക്റ്റ് അല്ലേ? അപ്പോൾ എക്സ്പെൻസസ് ആയി 3 ലക്ഷം രൂപ വന്നതുകൊണ്ട് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായി. എന്ത് ബെനിഫിറ്റാണ് ഉണ്ടായി? എൻ്റെ ടാക്സ് ലയബിലിറ്റി 1.5 ലക്ഷം രൂപയിൽ നിന്ന് 60,000 രൂപയായിട്ട് കുറയ്ക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ എക്സ്പെൻസസ് ഉണ്ടാവുന്നത് കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ. എന്താ ബെനിഫിറ്റ്? എൻ്റെ ടാക്സ് കുറയ്ക്കാനായിട്ട് എക്സ്പെൻസസ് ഹെൽപ്പ് ചെയ്യും. കാരണം ഇന്ത്യയിലെ ലോ അനുസരിച്ച് നമ്മൾ പ്രോഫിറ്റിനാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത്, സെയിൽസിനല്ല. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് ചെയ്യുന്ന എക്സ്പെൻസസ് മൈനസ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സ്പെൻസസ് കൂടിയാൽ ഒരു വേയിൽ പറയാം, എക്സ്പെൻസസ് കൂടുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല, എക്സ്പെൻസസ് കൂടുന്നത് നഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ എക്സ്പെൻസസ് കൂടിയാൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്താണ്? എക്സ്പെൻസസ് കൂടിയാൽ പ്രോഫിറ്റ് കുറയും, പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് കുറയും. ഇവിടെ കമ്പനി എത്ര രൂപ ടാക്സ് സേവ് ചെയ്തു? അതെങ്ങനെ കണ്ടുപിടിക്കുക? അതായത് എക്സ്പെൻസസ് ഉണ്ടായത് കാരണം അവരടച്ച ആക്ച്വലി പേ ചെയ്ത ടാക്സ് എത്ര? ടാക്സ് ആക്ച്വലി പെയ്ഡ് ബൈ ദ കമ്പനി എന്ന് പറയുന്നത് 60,000 റുപ്പീസേ ഉള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ അവർ എത്ര അടയ്ക്കേണ്ടി വന്നേനെ? അവർ 1,50,000 റുപ്പീസ് ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. കറക്റ്റ് അല്ലേ? Company would have paid a tax of rupees 1,50,000 if there was no expenses. കറക്റ്റ് അല്ലേ? അതായത് ആ കമ്പനി 1.5 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ ഇഫ് ദർ വാസ് നോ ടാക്സ്. അവിടെ ടാക്സ് ഇല്ലായിരുന്നെങ്കിൽ ആ കമ്പനിക്ക് അവിടെ 1.5 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ ആ കമ്പനി എത്ര രൂപ ടാക്സ് സേവ് ചെയ്തു? ടാക്സ് സേവ്ഡ് ബൈ കമ്പനി എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 മൈനസ് 60,000 എന്ന് പറയുമ്പോൾ 90,000 റുപ്പീസ് അവർ ടാക്സ് സേവ് ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പോൾ ചോദിക്കുക, ഇതൊക്കെ ഒരു ഇമാജിനറി സംഭവം അല്ലേ? ആണ്, ഇമാജിനറി സംഭവമാണ്. അതായത് 3 ലക്ഷം രൂപ എക്സ്പെൻസസ് ഉണ്ടായത് കൊണ്ടാണ് 60,000 രൂപ ടാക്സ് വന്നേ. 3 ലക്ഷം എക്സ്പെൻസസ് ഇല്ലായിരുന്നെങ്കിൽ 1.5 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്നേനെ. അപ്പോൾ 3 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടായത് കൊണ്ട് ഞാൻ 90,000 റുപ്പീസ് ടാക്സ് സേവ് ചെയ്തു എന്നെനിക്ക് ചിന്തിച്ചൂടെ? കറക്റ്റ് അല്ലേ? അവിടെയാണ് അക്കൗണ്ടൻസി FM തമ്മിലുള്ള വ്യത്യാസം. അക്കൗണ്ടൻസിയിൽ ഇതൊന്നും നടക്കത്തില്ല. അവർക്ക് അവിടെ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ടാക്സ് പെയ്ഡ് 60,000 ആണ്, അതിന് എൻട്രി ഇടാം, അത്ര മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സെനാരിയോ ഒന്നും ചിന്തിക്കാനുള്ളൊരു പരിപാടി അവിടെ ഇല്ല. കാരണം അവിടുത്തെ ഉദ്ദേശം അതല്ല. FMലെ ഉദ്ദേശം ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഇതെല്ലാം നമ്മൾ ആലോചിക്കും, എല്ലാ പോസിബിൾ സെനാരിയോയും ആലോചിക്കും, എന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവിടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 3 lakh റുപ്പീസാണ്. നമ്മൾ സേവ് ചെയ്ത ടാക്സ് എത്രയാണ്? 90,000 റുപ്പീസാണ്. നമ്മുടെ ടാക്സ് റേറ്റ് എത്രയാണ്? 30% ആണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ആലോചിച്ച്. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ എക്സ്പെൻസസ് വന്നപ്പോഴാണ് നിങ്ങൾക്ക് 90,000 റുപ്പീസ് ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റിയത്. അവിടുത്തെ ടാക്സ് റേറ്റ് 30%. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെൻസും ടാക്സ് റേറ്റും സേവ് ചെയ്ത ടാക്സും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. എന്താ അവിടെ? ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസസ് ഇൻറ്റു ടാക്സ് റേറ്റ് അല്ലേ? എക്സ്പെൻസസ് ഇൻറ്റു ടാക്സ് റേറ്റ് അല്ലേ? അതായത് 3 ലക്ഷം രൂപയുടെ 30% അല്ലേ അവിടുത്തെ 90,000 രൂപ ടാക്സ് സേവ് ചെയ്തത്? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കോൺസെപ്റ്റ് ചിന്തിച്ചൂടെ? ഞാൻ 3 ലക്ഷം രൂപ ചിലവാക്കിയപ്പോൾ എനിക്ക് 90,000 റുപ്പീസ് ടാക്സ് സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആക്ച്വൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 3 ലക്ഷം ഇല്ല, മറിച്ച് 3 ലക്ഷത്തിൽ നിന്ന് 90,000 റുപ്പീസ് പോയിട്ട് 2,10,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിച്ചൂടെ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ക്രിക്കറ്റ് കളി ഓർത്താൽ മതി. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ടീമിൽ ആളെ എടുക്കുമ്പോൾ ഒരു 2 പേരിൽ ആരെ എടുക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ നോക്കിയപ്പോൾ പ്ലെയർ എ, അയാൾ എക്സലൻറ്റ് ബാറ്റ്സ്മാനാണ്, വേറെ ഒന്നും ചെയ്യത്തില്ല, ബോളിങ്ങും ഇല്ല, ഫീൽഡിങ്ങും ഇല്ല, അടിപൊളി ബാറ്റ്സ്മാനാണ്,
എല്ലാ കളിയിലും ആവറേജ് ഒരു 50 റൺസ് സ്കോർ ചെയ്യും. അടുത്ത രണ്ടാമത്തെ കക്ഷിയെ നോക്കിയപ്പോൾ ആ കക്ഷി അത്യാവശ്യം നല്ല ബാറ്റ്സ്മാനാണ്, എക്സലൻറ്റ് ഫീൽഡറുമാണ്. അയാൾ എല്ലാ കളിയിലും ഒരു ഏകദേശം 40-30 റണ്ണ് അല്ലെങ്കിൽ 40 റണ്ണ് അടുപ്പിച്ച് എല്ലാ കളിയിലും സ്കോർ ചെയ്യും. അയാളുടെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 40 അല്ലെങ്കിൽ 50 ആണ്. മറ്റേ ആളുടെ ആവറേജ് സ്കോർ 50 ആണ്. ഇയാളുടെ ആവറേജ് സ്കോർ 40 ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഇയാൾ എക്സലൻറ്റ് ഫീൽഡറാണ്, മരിച്ചു കിടന്ന് ഫീൽഡ് ചെയ്യും. അങ്ങനെ ഫീൽഡ് ചെയ്ത് ഓപ്പോസിറ്റ് ടീമിൻ്റെ സ്കോർ ഇയാൾ ഒരു 30-40 റണ്ണ് സേവ് ചെയ്യുമെന്ന് വിചാരിക്കുക. അതായത് 4ഉം 6ഉം ഒക്കെ പോകേണ്ടത് ഇയാൾ ഡൈവ് ചെയ്ത് കിടന്ന് പിടിച്ചൊക്കെ ആ ഓപ്പോസിറ്റ് ടീമിൻ്റെ സ്കോർ ഒരു 30-40 റണ്ണ് സേവ് ചെയ്യുമെന്ന് വിചാരിക്കാം. ആണെങ്കിൽ ഇയാളുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 40 ആയിരിക്കത്തില്ല, 40 + 30 70 ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ടീമിന് വേണ്ടി കളിച്ച് സ്കോർ ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്പോസിറ്റ് ടീമിൻ്റെ സ്കോർ കുറയ്ക്കുന്നത്. കറക്റ്റ് അല്ലേ? അതായത് 40 റൺ ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് 40 റൺ സേവ് ചെയ്യുന്ന ഒരു ഫീൽഡർ എന്ന് പറയുന്നത്. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. കാരണം ഒന്ന് നമ്മുടെ ടീമിൻ്റെ സ്കോർ കൂടുന്നു, മറ്റേത് ഓപ്പോസിറ്റ് ടീമിൻ്റെ സ്കോർ കുറയുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ആരെ ടീമിലെടുക്കും എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത്തവനെ ആയിരിക്കും ടീമിലെടുക്കുക. കാരണം ആദ്യത്തവൻ 50 റണ്ണ് സ്കോർ ചെയ്താൽ എന്താ, രണ്ടാമത്തവൻ 40 റണ്ണ് സ്കോറും ചെയ്യും, 30 റൺ മറ്റവൻ്റെ സേവും ചെയ്യും. എന്ന് വെച്ചാൽ ഇവൻ 70 റൺ സ്കോർ ചെയ്യുന്ന ബാറ്റ്സ്മാൻ ഇക്വലൻ്റ് ആണെന്ന് പറയേണ്ടി വരും. കറക്റ്റ് അല്ലേ? അതായത് കുറച്ച് പൈസ സേവ് ചെയ്യുന്നത് പൈസ ഏൺ ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് അർത്ഥം. എ റുപ്പി സേവ്ഡ് ഈസ് ഇക്വലൻ ടു റുപ്പി ഏൺഡ്. ഇവിടുത്തെ കേസിൽ എന്താ സേവ് ചെയ്തേ? ഞാൻ 3 ലക്ഷം രൂപ ചിലവാക്കിയപ്പോൾ 90,000 റുപ്പീസ് ടാക്സ് സേവ് ചെയ്തു. ആ സേവ് ചെയ്ത ടാക്സ് എന്ന് പറയുന്നത് ഞാൻ ഏൺ ചെയ്തതിന് തുല്യമല്ലേ? അപ്പോൾ എനിക്ക് 3 lakh റുപ്പീസ് എക്സ്പെൻസസ് ആയപ്പോൾ മറ്റൊരിടത്ത് 90,000 റുപ്പീസ് ഞാൻ സേവ് ചെയ്താൽ എൻ്റെ യഥാർത്ഥ എക്സ്പെൻസ് 3 ലക്ഷം ഇല്ല, 2,10,000 ഉള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിച്ചൂടെ? ഈ കോൺസെപ്റ്റിനെയാണ് ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുക. ഒരു എക്സലൻറ്റ് കോൺസെപ്റ്റാണ്. പ്രാക്ടിക്കലി ഒരുപാട് ഉപയോഗിക്കുന്ന ആക്ച്വൽ സെനാരിയോയിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് തിയറി മാത്രമൊന്നുമല്ല, പറയുന്നത് മാത്രമൊന്നുമല്ല, പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നൊരു കോൺസെപ്റ്റാണ്. നമ്മൾ ചിന്തിക്കും, അതായത് ഞാൻ 3 lakh റുപ്പീസ് സ്പെൻഡ് ചെയ്താൽ എന്താ, എനിക്ക് 90,000 റുപ്പീസ് ടാക്സ് സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന 3 lakh ഇല്ല, 2,10,000 റുപ്പീസേ ഉള്ളൂ എന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാം. ഈ കോൺസെപ്റ്റിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുക, എൻ്റെ ടാക്സ് സേവിങ്സ് എന്ന് പറയുക. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെയാണ് ഈ ടാക്സ് സേവിങ്സ് കണ്ടുപിടിച്ചേ? ഈ ടാക്സ് സേവിങ്സ് കണ്ടുപിടിച്ചത് എൻ്റെ എക്സ്പെൻസസ് 3 ലക്ഷമാണ്, ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ ഈ 3 ലക്ഷത്തിൻ്റെ 30% 90,000 റുപ്പി. അതാണ് ഞാൻ സേവ് ചെയ്ത ടാക്സ്. നമുക്കൊരു മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. എൻ്റെ സെയിൽസ് 10 ലക്ഷം രൂപ, എൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപ. ഇവിടെ എക്സ്പെൻസസ് ഇല്ല. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം പോയിട്ട് 6 ലക്ഷം രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇവിടെ എക്സ്പെൻസസ് ഇല്ലാത്തത് കൊണ്ട് 10 lakh റുപ്പീസും എൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇനി ഞാൻ ടാക്സ് ആയിട്ട് 35% അല്ലെങ്കിൽ 20% ടാക്സ് കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് 20% ടാക്സാണ് അടയ്ക്കാനുള്ളത്. ഏതിൻ്റെ 20%? 6 ലക്ഷത്തിൻ്റെ 20% ഇവിടെ അടയ്ക്കേണ്ടത്. അതായത് 1,20,000 റുപ്പി. ഇവിടെ 10 lakhൻ്റെ 20% 2 lakh റുപ്പി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ആദ്യത്തെ കേസിൽ നമുക്ക് 4 lakh റുപ്പീസ് എക്സ്പെൻസസ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് 6 lakh ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ടാക്സ് 1,20,000 ആയിട്ട് കുറഞ്ഞു. ഇവിടെയോ? ഇവിടെ എക്സ്പെൻസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 lakh റുപ്പീസും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ടാക്സ് സേവ്ഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഞാൻ കൊടുത്ത ടാക്സ് 2 lakh ആണ്, പക്ഷേ എക്സ്പെൻസസ് ഉള്ള കേസിൽ 1,20,000 അടയ്ക്കേണ്ടി വന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഞാൻ എത്ര രൂപയുടെ ടാക്സ് സേവ് ചെയ്തു? 80,000 റുപ്പീസിൻ്റെ ടാക്സ് സേവ് ചെയ്തതായിട്ട് എനിക്ക് പറയാം. കറക്റ്റ് അല്ലേ? അപ്പോൾ ടാക്സ് സേവ്ഡ് ബൈ കമ്പനി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 80,000 റുപ്പീസ് ആയിരിക്കും. ഇനി ഈ 80,000 റുപ്പീസ് ആര് കാരണം ഉണ്ടായേ? എക്സ്പെൻസസ് കാരണമാണ് ഉണ്ടായത്. എത്ര രൂപയുടെ എക്സ്പെൻസസ് ആണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായത്? എക്സ്പെൻസസ് ഉണ്ടായത് 4 lakh റുപ്പീസിനായിരുന്നു. നമ്മുടെ ടാക്സ് റേറ്റ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? ടാക്സ് റേറ്റ് 20% ആണ്. അപ്പോൾ ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 4 lakhൻ്റെ 20% ആണ്, അതായത് 80,000 റുപ്പീസാണ്. അപ്പോൾ ഇത് നേരത്തെ കോയിൻസിഡൻ്റലി വന്നതല്ല. പിന്നെയോ, നമ്മുടെ ടാക്സ് സേവിങ്സിനും എക്സ്പെൻസസിനും ടാക്സ് റേറ്റിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നമ്മളുടെ എക്സ്പെൻസസിനെ ടാക്സ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമോ അതായിരിക്കും നമ്മളുടെ ടാക്സ് സേവിങ്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് ടാക്സ് സേവിങ്സ്? അതായത് നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് അടയ്ക്കണം. ഇൻകം ടാക്സ് എന്തിൻ്റെ പുറത്താണ് അടയ്ക്കേണ്ടത്? പ്രോഫിറ്റിൻ്റെ പുറത്താണ് അടയ്ക്കേണ്ടത്. അപ്പോൾ എക്സ്പെൻസസ് ഉണ്ടായാലുള്ള ഗുണം എന്താ? എക്സ്പെൻസസ് ഉണ്ടായാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാലുള്ള ഗുണം എന്താ? പ്രോഫിറ്റ് കുറയുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് കുറയും. എത്ര രൂപ ടാക്സ് കുറയും?
എത്ര രൂപ ടാക്സ് കുറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെൻസസിനെ ടാക്സ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമോ അത്രയും രൂപ നമ്മൾ ടാക്സ് സേവ് ചെയ്യും. അപ്പോൾ ചോദിക്കാം, എന്തിനാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിച്ചത്? ഈ കോൺസെപ്റ്റ് പഠിച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ കാണാൻ നേരത്താണ് നമ്മൾ ഈ പരിപാടിയിലോട്ടൊക്കെ പോയത്. ഞാൻ തിരിച്ച് വീണ്ടും ആ കോസ്റ്റ് ഓഫ് ഡിബഞ്ചറിലോട്ട് പോവുകയാണ്. കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, അവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നു. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 അറ്റ് പാർ. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000, 12% debentures of ₹100 at par. These are irredeemable debentures. The tax rate of company is 30%. Compute the cost of debenture. ഇതാണ് സെനാരിയോ. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കമ്പനി 12% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഒരു ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 lakh rupees ഡിബഞ്ചേഴ്സ് അല്ലേ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണേ. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ നമ്മുടെ കമ്പനി ഇഷ്യൂ ചെയ്തു. 12% ഡിബഞ്ചറാണ്. 12% ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നമ്മൾ 12% ഇൻട്രസ്റ്റ് ആണ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കണം? ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് 12% ഇൻട്രസ്റ്റ് ആണ് അടയ്ക്കേണ്ടത്. ദാറ്റ് ഈസ് 1,20,000 rupees ആണ് നമ്മളുടെ ഇൻട്രസ്റ്റ് ലൈബിലിറ്റി എന്ന് പറയാം. ചോദ്യം, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എത്ര? ഞാൻ നേരത്തെ പറഞ്ഞു, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ കാണുന്നത് വളരെ സിമ്പിളാണ്. ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100 ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് എത്ര? 1,20,000 ആണ്. പ്രിൻസിപ്പൽ എത്ര? 10 ലക്ഷം രൂപയാണ്. അപ്പോൾ 1,20,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100, 12% എന്നാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഡെറ്റ് കിട്ടുക. പക്ഷേ ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ ഏത് കോൺസെപ്റ്റ് കൂടെ ബ്ലെൻഡ് ചെയ്യാം? ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടെ ബ്ലെൻഡ് ചെയ്യാം. എങ്ങനെ? ആലോചിച്ച് നോക്കുക. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് അല്ലേ? കമ്പനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ ആ ഇൻട്രസ്റ്റ് P&L അക്കൗണ്ടിൽ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലേ? ആലോചിച്ച് നോക്കുക. കമ്പനിയുടെ P&L അക്കൗണ്ട് എടുക്കുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഡെഫിനറ്റ്ലി കമ്പനിയുടെ എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിക്ക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാം? P&L അക്കൗണ്ടിൽ ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്താൽ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയ്ക്കാം. കമ്പനിയുടെ പ്രോഫിറ്റ് കുറഞ്ഞാൽ കമ്പനിക്ക് ഇൻഡയറക്റ്റ്ലി ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക? കമ്പനിയുടെ പ്രോഫിറ്റ് കുറയുമ്പോൾ നമ്മുടെ ടാക്സും കുറയും. കാരണം ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസസ് ആണ്. ആ എക്സ്പെൻസ് ഉണ്ടായാൽ കമ്പനിക്ക് പ്രോഫിറ്റ് കുറയ്ക്കാം. പ്രോഫിറ്റ് കുറച്ചാൽ ടാക്സ് കുറയ്ക്കാം. എത്ര രൂപ ടാക്സ് കുറയ്ക്കാം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്സ്പെൻസിനെ ടാക്സ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ടാക്സ് അഡ്വാൻറ്റേജ്. അപ്പോൾ 1,20,000 rupees ഇൻട്രസ്റ്റ് അടച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റ് 1,20,000 കുറയും. അങ്ങനെ കുറഞ്ഞാൽ കമ്പനി എത്ര രൂപ ടാക്സ് സേവ് ചെയ്യും? 1,20,000ൻ്റെ 30% കമ്പനി ടാക്സ് ആയിട്ട് സേവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടാക്സ് സേവിങ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഇൻട്രസ്റ്റ് ആയ 1,20,000ൻ്റെ 30% ആയിരിക്കും. ടാക്സ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫിഗർ ആയിരിക്കും. എത്ര വരും? 36,000 rupees വരും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഞാൻ 1,20,000 rupee ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ എനിക്ക് മറ്റൊരിടത്ത് 36,000 rupeesൻ്റെ ടാക്സ് സേവിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫിനാൻസ് മാനേജർ അവിടെ നിന്ന് ഡിസിഷൻ എടുക്കുകയാണ്. എന്താ ഡിസിഷൻ എടുക്കുന്നത്? എൻ്റെ ക്യാപിറ്റലിനകത്ത് ഏത് ക്യാപിറ്റൽ വേണം? ഡെറ്റ് വേണോ, പ്രിഫറൻസ് വേണോ, ഇക്വിറ്റി വേണോ എന്നുള്ള സംഗതിയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയാണ്, ഓക്കെ, ഡെറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ കോസ്റ്റായിട്ട് 1,20,000 കൊടുക്കണം. പക്ഷേ എന്നിരുന്നാലും ഞാൻ 1,20,000 കൊടുത്താലും എനിക്ക് മറ്റൊരിടത്ത് ഒരു 36,000 rupeesൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. എന്ത് ബെനിഫിറ്റാണ് ഉള്ളത്? കാരണം ഞാൻ 1,20,000 ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് എത്രയും കുറയും. പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് കുറയും. ഈ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് എൻ്റെ ടാക്സിനകത്തൊരു 36,000 rupeesൻ്റെ സേവിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇൻട്രസ്റ്റ് അടച്ചാലും തെറ്റില്ല, എനിക്കൊരു 36,000 rupeesൻ്റെ സേവിങ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ എഫക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 1,20,000 ഇല്ല. 1,20,000 36,000 പോയിട്ട് ബാക്കി മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിച്ചൂടെ? അപ്പോൾ ഒരു ഫിനാൻസ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ 1,20,000 rupees ഇൻട്രസ്റ്റ് അടച്ചാലും എനിക്ക് 36,000 rupeesൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആക്ച്വൽ കോസ്റ്റ് 1,20,000 ഇല്ല, 84,000 ഉള്ളൂ എന്ന് എനിക്ക് ഇമാജിൻ ചെയ്തൂടെ? ഈ കോൺസെപ്റ്റാണ് ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുക.
അപ്പോൾ ഒരു ഫിനാൻസ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഡിസിഷൻ എടുക്കാൻ നേരത്ത് ഞാൻ വെറുതെ എക്സ്പെൻസ് മാത്രമല്ല നോക്കുന്നത്, പിന്നെ ഞാൻ എന്തുകൊണ്ട് നോക്കും, എൻ്റെ ടാക്സ് സേവിങ്സ് എത്ര ഉണ്ട് എന്ന് കൂടെ നോക്കും. മനസ്സിലാവോ? അപ്പോൾ 1,20,000 ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ കോസ്റ്റായിട്ട് 1,20,000 എടുക്കില്ല. എത്ര എടുക്കൂ? 84 എടുക്കൂ. കാരണം എന്താ, ഞാൻ ചിന്തിക്കുമ്പോൾ 1,20,000 ഇൻട്രസ്റ്റ് അടച്ചാലും കുഴപ്പമില്ല, എൻ്റെ ടാക്സിൽ ഒരു 36,000 രൂപ സേവ് ആവുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ കോസ്റ്റ് 1,20,000 ഇല്ല. കാരണം 1,20,000 പേ ചെയ്യുമ്പോൾ 36,000 എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ് 1,20,000 36 പോയിട്ട് 84 ഉള്ളൂ എന്ന് എനിക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100. നമ്മുടെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ കാണാനുള്ള സംഗതിയൊക്കെ വളരെ സിമ്പിളാണ്. ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100 ആണ്. അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ 1,20,000 എടുക്കത്തില്ല. എത്ര എടുക്കൂ? 84,000 എടുക്കൂ. ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പലായിട്ട് എത്ര എടുക്കും? 10 lakh rupees എടുക്കും. അപ്പോൾ 84,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാണ് വരിക? 8.4% എന്നാണ് എനിക്ക് ആൻസർ കിട്ടുക. ഇതാണ് എൻ്റെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ കാണാനുള്ള സംഗതിയൊക്കെ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ നമ്മൾ ബേസിക് 8ാം ക്ലാസ്സിൽ മാത്സ് പഠിച്ച ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100. പക്ഷേ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ടാക്സ് അഡ്വാൻറ്റേജ് കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻട്രസ്റ്റ് എടുക്കണം. എന്താ ടാക്സ് അഡ്വാൻറ്റേജ്? ടാക്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സിമ്പിളാണ്. ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും, പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് കുറയും. എത്ര രൂപ ടാക്സ് കുറയും? എക്സ്പെൻഡിച്ചറിനെ ടാക്സ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമോ അത്രയും രൂപ ടാക്സ് കുറയും. അപ്പോൾ 1,20,000 ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചാൽ 1,20,000യുടെ 30% 36,000 റുപ്പി ടാക്സ് കുറയും. കുറഞ്ഞാൽ എൻ്റെ കോസ്റ്റ് 1,20,000 ആയിരിക്കില്ല, 1,20,000 36 പോയിട്ട് 84 ഉണ്ടാവുള്ളൂ. ആ 84 വേണം എൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കാം. മനസ്സിലാവൂ? അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എത്ര പെർസെൻറ്റേജ് എന്നായിരിക്കും കിട്ടുക? 8.4% എന്നായിരിക്കും കിട്ടുക. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിനെ ഒരു ഫോമുലയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ, ഞാൻ ആദ്യം പഠിച്ച ഫോമുല ഓർക്കുക. കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്, കെ ഡി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഡെറ്റിനെ കെ ഡി എന്നുള്ള ലെറ്റേഴ്സിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഈക്വൽ I ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ NP. അവിടെ I എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇൻറ്റു 1 - T എന്തായിരിക്കും? ടാക്സ് റേറ്റ് ആയിരിക്കും. NP എന്ന് പറയുന്ന നെറ്റ് പ്രൊസീഡ്സ് ആണ്, എനിക്ക് കയ്യിൽ കിട്ടിയ എമൗണ്ട് ആണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇൻട്രസ്റ്റ് ഇൻറ്റു ഞാൻ അടച്ച ഇൻട്രസ്റ്റ് എത്ര? 1,20,000 ഇൻറ്റു 1 - ടാക്സ് റേറ്റ് 30% ആണ്. അപ്പോൾ 1 - 30% ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് 10 lakh rupees. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച 8.4 എന്താ കണ്ടുപിടിച്ചത്? അത് ഫോമുലയൊന്നും ഇല്ലാതെ ലോജിക്ക് ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഈ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? എൻ്റെ ഫോമുല യൂസ് ചെയ്ത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഫോമുല യൂസ് ചെയ്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ 1,20,000 ഇൻറ്റു 1 - 30%. എന്താ 1 - 30%? 1 - 0.3 1 - 0.3 0.7 എന്ന് വെച്ചാൽ 70%. അപ്പോൾ 1 - 30% എന്ന് വെച്ചാൽ 70% ഡിവൈഡഡ് ബൈ 10 lakh. So 1,20,000 into 70%. 1,20,000യുടെ 70% 84,000 ഡിവൈഡഡ് ബൈ 10 lakh. ചെയ്താൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് എന്ന് കിട്ടും? 8.4% എന്ന് തന്നെ ആൻസർ കിട്ടും. ഈക്വൽ 8.4%. അപ്പോൾ 84,000 ബൈ 10 lakh ചെയ്ത് കഴിഞ്ഞാൽ 0.084 എന്നാണ് കിട്ടുക. ഇൻറ്റു 100 അടിച്ചു കഴിഞ്ഞാൽ അത് 8.4% ആയിട്ട് മാറും. അപ്പോൾ ഈ ഫോമുല ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്ത അതേ 8.4 ആണ് കിട്ടിയത്. അപ്പോൾ എന്താ ഇതിൻ്റെ സീക്രട്ട്? എന്താണ് ഈ 1 - T? 1 - T എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. നിങ്ങൾ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ 1,20,000 ആണ് ഇൻട്രസ്റ്റ് എടുക്കുന്നതെങ്കിൽ, ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ നിങ്ങൾ 1,20,000 എടുക്കണ്ട, 1,20,000യുടെ 70% എടുത്താൽ മതി. കാരണം 30% ടാക്സ് അഡ്വാൻറ്റേജ് ആണ്. 1,20,000യുടെ 30% നിങ്ങൾക്ക് ടാക്സ് സേവിങ്സ് ആയിട്ട് കിട്ടുന്നതാണ്. അതിനെ നിങ്ങൾ കോസ്റ്റായിട്ട് കണക്കാക്കണ്ട. പകരം ആ 30% കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 70% മാത്രം എടുത്താൽ മതി എന്നാണ് ഈ ഫോമുലയുടെ ലോജിക്. നമ്മൾ ഇതൊന്നും അറിയാതെ വെറുതെ I ഇൻറ്റു 1 - T ബൈ NP പഠിച്ചാലോ? നമുക്ക് തന്നെ അറിയില്ല എന്തിനാണ് ഈ 1 - 30% ചെയ്യുന്നത്. ഇപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഫോമുല. എന്താ? കോസ്റ്റ് ഓഫ് ഡെറ്റ് KD ഈക്വൽ I ഇൻറ്റു 1 - T ബൈ NP. അപ്പോൾ അതിൽ I 1,20,000 ആണെന്നറിയാം, ഇൻട്രസ്റ്റ് ആണെന്നറിയാം, 1 - T ടാക്സ് റേറ്റ് ആണെന്നറിയാം, ബൈ NP ചെയ്യുമ്പോൾ ഇത് ആൻസർ കിട്ടുമെന്ന് അറിയാം. പക്ഷേ എന്തിനാണ് ഈ 1 - T വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇതറിയണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകണം. എന്താണ് ടാക്സ് അഡ്വാൻറ്റേജ്, എങ്ങനെയാണ് അത് ഉണ്ടാവുക, എന്തുകൊണ്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്, ഇതൊക്കെ അറിയാതെ വെറുതെ ഈ 1 - 30% ചെയ്ത് 70% വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറിയുന്നില്ല 1,20,000യുടെ 70% എടുക്കണം. എന്തിനാണ് 70% എടുക്കണേ? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ പഠനം വേറൊരു ലെവലിലോട്ട് മാറും.
നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഫോമുല പഠിക്കുമ്പോൾ എന്തിനാണ് ഈ 70% എടുക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ ലോജിക്? വെറുതെ 70% എടുക്കാൻ പറഞ്ഞു, ഞാൻ 70% എടുത്തു, പറ്റില്ല. ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങണം. എന്തിനാണ് 70% എടുക്കുന്നത്? 1,20,000 70% എടുക്കാനുള്ള റീസൺ എന്താണ് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പഠിക്കുന്ന രീതി മാറാൻ തുടങ്ങും. ഇങ്ങനെ എല്ലാത്തിനും ഒരു വൈ ചേർത്ത് പിടിക്കുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഏത് കോൺസെപ്റ്റ് വന്നാലും വൈ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് അങ്ങനെ പഠിക്കണേ? എന്താ അതിൻ്റെ റീസൺ? ഒരു ഫോമുല പഠിക്കുമ്പോൾ വൈ, എന്തിനാണ് ഈ ഫോമുല, എന്തിനാണ് ഇങ്ങനെ പഠിക്കണേ എന്നുള്ളത് ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനം മറ്റൊരു രീതിയിലോട്ട് മാറും. അപ്പോഴാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ? ഈ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡിബഞ്ചർ കാണുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ലോജിക് എന്നുള്ളത്? അപ്പോൾ എന്താ ഈ I/1-T/NB? ഒന്നുമില്ല. I എന്ന് പറയുന്നത് ഡിബഞ്ചറിന് കൊടുത്ത ഇൻട്രസ്റ്റ് ആണ്. 10 lakh രൂപയുടെ ഡിബഞ്ചറിന് നിങ്ങൾക്ക് 1,20,000 rupees ഇൻട്രസ്റ്റ് അടച്ചാൽ 1,20,000 ആണ് ഇൻട്രസ്റ്റ്. ഇൻറ്റു 1 മൈനസ് ടാക്സ്. എന്താ സംഭവം? ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ 70% എടുത്താൽ മതി. കാരണം 30% ടാക്സ് അഡ്വാൻറ്റേജ് ആണ്. 1,20,000 ഇടയ്ക്കുമ്പോൾ അതിൻ്റെ 30% 36,000 rupees ടാക്സ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആക്ച്വൽ കോസ്റ്റ് 1,20,000 ഇല്ല, 84,000 മാത്രമേ ഉള്ളൂ. ആ 84,000 എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1,20,000യുടെ 70% എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ഈ ബേസിക്കലി I/1-T/NB എന്ന് പറയുന്നത് നമ്മുടെ പഴയ 8ാം ക്ലാസ്സിലെ മാത്സിലാണ്. അവിടെ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോമുലയാണ് ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയൊരു മാറ്റം ഉള്ളത്, ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ടാക്സ് അഡ്വാൻറ്റേജിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് എടുത്താൽ മതി എന്നുള്ള മാറ്റം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ടാക്സ് അഡ്വാൻറ്റേജ് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താ? കാരണം അത്രയും എനിക്ക് സേവിങ്സ് ആണ്. അപ്പോൾ യഥാർത്ഥ കോസ്റ്റ് അത്രയും ഇല്ല, അതുകൊണ്ടാണ് ടാക്സ് അഡ്വാൻറ്റേജ് മൈനസ് ചെയ്യുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ എന്താ? ഇൻട്രസ്റ്റ് ബൈ പ്രിൻസിപ്പിൾ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്ന ലോജിക്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചത്. FM തുടങ്ങുന്നത് ഇവിടെ ആയതുകൊണ്ടും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനും വേണ്ടി ഞാനിത് തുടങ്ങി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആക്ച്വൽ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ടാക്സും കോസ്റ്റിങ്ങും അക്കൗണ്ടൻസിയും കയറിയതിന് ശേഷമായിരിക്കും ഞാൻ കയറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ബേസിക്സ് കിട്ടിയതിന് ശേഷം ഇതിലോട്ട് വരുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. ഫസ്റ്റ് ടൈം കേൾക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തേക്കാം. എങ്കിലും മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സിംപ്ലിഫൈ ചെയ്ത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? നമ്മുടെ കോൺസെപ്റ്റ് കത്തുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഞാനൊരു വളരെ ചെറിയൊരു ടോപ്പിക് എടുത്ത് നമുക്കൊന്ന് എന്താണ് FM പഠിക്കാനുള്ളതെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ തരാൻ വേണ്ടി മാത്രം എടുത്ത ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ബ്രിഡ്ജ് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പർപ്പസ് ഇത് പഠിക്കുക എന്നുള്ളതൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി ഒന്ന് മനസ്സിലാക്കാനും പിന്നെ എന്താണ് FM പഠിക്കാനുള്ളതെന്നും കൂടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം കണ്ടക്ട് ചെയ്ത സെഷനാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കാണാം. അവിടെ നമുക്ക് പരിപാടികളെല്ലാമായിട്ട് നമുക്ക് അവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. ബൈ.